പല ക്രിസ്തീയ ഗോളത്തിൽ കിടന്ന് കറങ്ങുന്ന പല ഉപദേശങ്ങൾ ദൈവ ഇഷ്ടത്തെ ബ്ലോക്ക് ചെയ്യുന്ന ക്യാപ്പുകളാണ്. നിങ്ങൾ നോക്കി കാണാം, ഈ കുപ്പിയിൽ വെള്ളമുണ്ട് ഉണ്ടോ? പക്ഷെ ഈ വെള്ളം താഴെ പോകില്ല. ഈ വെള്ളം ഞാൻ തലതിരിച്ചിട്ട് താഴെ പോകുന്നില്ല. കാരണം എന്തായിരിക്കും ഈ വെള്ളം ഞാൻ തലതിരിച്ചിട്ട് താഴെ പോകാതെ? എനിക്ക് കേൾക്കാൻ പറ്റും. നിങ്ങളോട് പറഞ്ഞു, വാ തുറന്ന് പറഞ്ഞ് എനിക്ക് കേൾക്കാം. ക്യാപ്പ് ഇട്ട് പൂട്ടിയേക്കുക അല്ലെ? അതൊരു വെള്ളം താഴെ വരത്തില്ല. ഇതേപോലെ ദൈവ ഇഷ്ടം നമ്മളിലും നമ്മളിലൂടെയും ഈ ഭൂമിയിൽ വെളിപ്പെടാതിരിപ്പാൻ പിശാച് വെച്ച പല തന്ത്രങ്ങളിൽ ഒന്നാണ് ഈ ത്രിയേക ദൈവ ഉപദേശം. ഈ ക്യാപിട്ട് അടച്ചിരിക്കുക. ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിലൂടെ ദൈവ പ്രവൃത്തി ഭൂമി വെളിപ്പെടത്തില്ല. ചുരുക്കി പറഞ്ഞാൽ നമ്മളിലൂടെ ലോകം ക്രിസ്തുവെ കാണത്തില്ല, സ്വർഗസ്ഥ പിതാവിനെ കാണും. ലോകം കാണുന്നത് നമ്മളെ. Dear brothers, it is not just the doctrine of Trinity or Triune God. There are many doctrines that are currently in the various Christian denominations, that are doing rounds in the various Christian denominations, which are actually blocks that are set by Satan to prevent the will of the Father, will of God from being revealed into this world. So dear pastor just demonstrated us with an example of a bottle filled with water. So when he upturned the bottle, the water did not flow out. The reason being that there is a cap over there. So in the same way, doctrine of Trinity is a cap that has been set so that the will of God, so that Jesus as well as Jesus and through Jesus the Father is not revealed in our lives and through us even to this world as well. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു പിക്ചർ കാണാം. ഞാൻ ഓൾറെഡി കാണിച്ചു തന്ന ആ ബോട്ടിലിന്റെ ആ പിക്ചറാണ്. ഈ ബോട്ടിലില് ഇപ്പൊ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വർഗത്തിലെ ദൈവം, ഇതാ ദൈവപുത്രന്മാരായി വിളിക്കപ്പെട്ട മനുഷ്യരായ നമ്മളിലൂടെ, അവരാണ് സഭയിലുള്ളത്. ആ സഭയിലൂടെ ദൈവം ഇതാ വെളിപ്പെടുകയാണ്. നമ്മളിലൂടെ ഭൂമിയിലേക്ക് തന്റെ ചിന്തകളെ വെളിപ്പെടുത്തുകയാണ്. ചിന്തകളെ വെളിപ്പെടുത്തുമ്പോ ഇതാ പിശാച് മനുഷ്യരെ അവരുടെ സ്വയത്തിലേക്ക് നയിച്ചിട്ട് ഡിനോമിനേഷൻ സംഘടനകളും ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ടാക്കി അവരുടെ ചിന്ത കൊണ്ട് ദൈവത്തിന്റെ ആ പരിജ്ഞാനത്തെ അടച്ചു കളയുകയാണ്. ഇതാണ് 2 Corinthians 11:3 മുതൽ 5 വരെ പറയുന്നത്. ഞങ്ങളുടെ പോരാട്ടം മനുഷ്യരോടല്ല, ജഡരക്തങ്ങളോടല്ല, പകരം വാഴ്ചകളോടും അധികാരങ്ങളോടും ഒക്കെയാണ്, പിശാചിനോടും അവന്റെ സകല സൈന്യത്തോടുമാണ്. എന്നിട്ട് അവിടെ പറയുകയാണ്, അവരെന്ത് ചെയ്യും? അവര് ഞങ്ങളുടെ ചിന്താമണ്ഡലങ്ങളെ ബ്ലോക്ക് ചെയ്യും. അങ്ങനെ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിപരീതമായി ഞങ്ങളുടെ ചിന്തകളിൽ വരുന്ന കോട്ടകളെ ഒക്കെ ഇടിച്ചു കളയും. അതാണ് ഈ ഓരോ ഡിനോമിനേഷന്റെയും ടീച്ചിങ്. ദൈവവചനപ്രകാരമല്ലാത്ത പല ടീച്ചിങ് വെച്ചുകൊണ്ട് ദൈവം അങ്ങനെയാണ്, ദൈവം ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സമയം കളയും. എപ്പോഴും മനസ്സിലാക്കുക, ദൈവത്തിന്റെ പരിജ്ഞാനം, യേശു ക്രിസ്തുവിനെ നിങ്ങൾ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ചോ, നിങ്ങൾ കഴിഞ്ഞകാല ഒറിജിനലായിരിക്കണ യേശു കേട്ടോ, കഴിഞ്ഞകാല പാപങ്ങളുടെ ശിക്ഷാവിധിയിൽ നിന്ന് ദൈവം നിങ്ങളെ സൗജന്യമായി വിടുവിച്ചു. ഇനി യേശുവിനെ നോക്കി യേശുവിനോട് പഠിക്കുക. യേശു ദൈവേഷ്ടമാണ് ഈ ഭൂമിയിൽ ചെയ്തത്. അത് തന്നെ നമ്മളും നമ്മുടെ ജീവിതത്തിൽ ചെയ്ത് ക്രിസ്തുവാകുന്ന തലയോളം വളരുവാനിടയാകണം. അതുവഴി വഴിയും സത്യവും ജീവനുമായ യേശു ക്രിസ്തുവിലൂടെ സ്വർഗീയ പിതാവിന്റെ അടുക്കലേക്ക്, ആ ഭവനത്തിലേക്ക് സ്വർഗീയ പിതാവിന്റെ ക്രിസ്തുവിലുള്ള മക്കളായി നാം എത്തിച്ചേരണം. അതിന് തടസ്സമായി എന്തെങ്കിലുമൊക്കെ വരുന്നോ, അതൊക്കെ ഈ ക്യാപ്പ് അഴിച്ചു കളയുന്നത് പോലെ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിപരീതമായി പോകുന്ന എല്ലാ കോട്ടകളെയും ഇടിച്ചു കളയണം. അതാണ് ശുശ്രൂഷയിലൂടെ നടക്കുന്നത്, ഇടിച്ചു കളയുകയാണ്. അങ്ങനെ ദൈവ ഇഷ്ടം നമ്മളിൽ നിറവേറുവാൻ, നമ്മൾ ദൈവരാജ്യം അവകാശമാക്കുവാൻ, ദൈവത്തിന്റെ മക്കളായി തീരുവാൻ, ദൈവിക അവകാശത്തിലേക്ക് കടന്നു വരുവാൻ നാം ഇടയാണ്. So dear brothers, as you can see in this image shown, there is a bottle that is the will of God, and will of God is trying to be revealed into this world. But Satan, through various doctrines in various churches, has created a cap that prevents these doctrines from being revealed. So remember, brothers, as Saint Paul writes in 2 Corinthians chapter 3, that our fight is not with flesh and blood, but our weapons have the ability to destroy forts. So remember, brothers, you should not be that cap that prevents the will of God from being revealed into this world, and instead we should reveal will of God into this world, and through that we should be able to enter into the kingdom of heaven. അപ്പോ ഇപ്പോ ഇവിടെ ചെയ്യുന്നത് എന്നാന്നറിയാമോ? ഈ ക്യാപ്പ് മൂരിക്കളയ. മനസ്സിലായോ? ഈ ദൈവ ഇഷ്ടം വെളിയിൽ ഇറങ്ങാൻ സമ്മതിക്കാത്ത ക്യാപ്പ് ഞാനിവിടെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ക്യാപ്പ് മൂരിക്കളഞ്ഞ് ഇതാ ആ ദൈവ ഇഷ്ടം ലോകത്തിലേക്ക് വെളിപ്പെടും. മനസ്സിലായോ?
ഇനിയും ഇത് ക്യാപ്പിട്ട് അടയ്ക്കാൻ അനുവദിക്കരുത്. ഇതുണ്ടോ, ക്യാപ്പ് ഇതുപോലെ ഇട്ട് അടയ്ക്കാൻ അനുവദിക്കരുത്. ശ്രദ്ധിക്കുക. അപ്പൊ ഇതുമായുള്ള ബന്ധത്തില് പ്രിയ സഹോദരങ്ങളെ, ഇപ്പോ സ്ക്രീനിലേക്ക് കാണിക്കാൻ പോകുന്ന ചിത്രമാണ്. ആ ചിത്രത്തില് ത്രിയേക ദൈവത്തെ ഒരുക്കി ക്യാപ്പിട്ട് അടച്ചു. അതുകൊണ്ട് ഇന്ന് വരെയും ദൈവജനത്തിന് ദൈവഇഷ്ടം എന്നാ സംഭവം ഒരു ഐഡിയ ഇല്ല. അപ്പൊ ആ ക്യാപ്പ് അങ്ങ് ഊരി ആ ക്യാപ്പ് ഇടാൻ വേണ്ടി ബൈബിളിലെ കുറെ വചനങ്ങൾ വെട്ടിക്കളഞ്ഞു. ആ ഒരു ചിത്രമാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ആ ഒരു ചിത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, കഴിഞ്ഞ സന്ദേശം ഞാൻ പറഞ്ഞതുപോലെ ഒരാളൊരു തോട്ടം വാങ്ങിച്ചു. അതിൽ നിറയെ വൃക്ഷങ്ങളാ. ആ വൃക്ഷങ്ങള് അവിടെ ഉണ്ടെങ്കിൽ ആ വീട് വെക്കാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന് ഒരു ഫാം ഹൗസ് ഉണ്ട്. അപ്പോ അവിടെ കുറെ വൃക്ഷങ്ങൾ വെട്ടിക്കളഞ്ഞിട്ട് അവിടെ താൻ ഒരു വീട് വെച്ചു. കാര്യം മനസ്സിലായല്ലോ. അപ്പൊ അവിടെ കുറെ കാപ്പിച്ചെടികൾ ഉണ്ടായിരുന്നു, വേറെ കുറെ മരങ്ങൾ ഉണ്ടായിരുന്നു, കുറച്ച് പ്ലാവ് ഉണ്ടായിരുന്നു. അങ്ങനെ പ്ലാവും ആഞ്ഞിലിയും അതൊക്കെ വെട്ടിയിട്ട് താൻ അവിടെ ഒരു വീട് വെച്ചു. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ആ വീടിന്റെ പേരാണ് ഈ ദൈവ ഇഷ്ടത്തിന് വിപരീതമായ കോട്ടകൾ. ഇവിടെ തൽക്കാലം നമ്മൾ ട്രിനിറ്റേറിയൻ ഹോം ഹൗസ് എന്നൊരു പേരിട്ടിട്ടുണ്ട്. ത്രിയേക വീട്. അതിപ്പോ വണ്ണസ് പെന്തക്കോസ്തോ ഏത് വേണമെങ്കിലും ആകാം. ദൈവത്തിന്റെ പരിജ്ഞാന വിപരീതമായ വീട്. അപ്പൊ അതിനു വേണ്ടി ധാരാളം മരം മുറിക്കേണ്ടി വന്നു. അതായത് ധാരാളം വചനങ്ങൾ ബൈബിളിൽ നിന്ന് മുറിച്ചു മാറ്റേണ്ടി വന്നു. അതിനർത്ഥം ബൈബിളിൽ സാധനമുണ്ട്, പക്ഷേ അത് ഞങ്ങൾ വായിക്കത്തില്ല, അത് ഞങ്ങൾ പ്രസംഗിക്കത്തുമില്ല. അങ്ങനെയുള്ള വചനങ്ങളെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് സൗകര്യം പോലെ ഇതൊക്കെ പഠിക്കാം. ഈ വചനങ്ങളൊന്നും നിങ്ങളുടെ ചർച്ചകളിൽ വായിക്കാൻ സാധ്യത തീരെ ഇല്ലാത്ത വചനങ്ങളാണ്. അപ്പോ ട്രാൻസ്ലേഷന് ശേഷം ബാക്കിയോ. So dear brothers, when we are opening the cap and revealing it into the world, pouring out the will of God into this world, at that point after that, do not let this cap be placed again into that bottle and prevent. Do not let the cap be again placed on the bottle to prevent the will of God from being revealed into this world. So in this message, as we'll be coming back to the topic of this message, where we'll be focusing on various verses which are struck out from the Bible, that is no longer read much from the Bible because of the doctrine of Trinity. So in the last message, we already described an analogy that was a person bought a plantation, and there were many trees in that plantation. There were coffee trees, there were jackfruit tree, many trees in that plantation. But at some location in that plantation, he wanted to build a farmhouse. So in order to build that farmhouse, he cut down the trees at that location. He cut down coffee trees, jackfruit trees, few other trees, and built a farmhouse. And if you look at this image, that farmhouse is we are calling it Trinitarian house, because in order to establish this house, there were many verses which were ignored or no longer read, that is struck out from the Bible and no longer understood from the Bible. And these verses Pastor has listed out over here. Please read through these verses when you have the time in order to understand that. സ്വർഗസ്ഥ പിതാവിന്റെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെയും നാമത്തിലുള്ള സ്നേഹവന്ദനം ഈ ശബ്ദ കാഴ്ചവൃതിയിലായിരിക്കുന്ന ഏവരെയും അറിയിക്കുകയാണ്. ദൈവത്തിന്റെ ജീവനും സമാധാനവും ഐശ്വര്യവും ഒക്കെ സമൃദ്ധമായി നിങ്ങളിൽ വാഴുവാനിടയാകട്ടെ. Greetings of love in the name of our Heavenly Father and our Lord Jesus Christ to everyone listening to this audio-visual medium. May God's life, peace, and prosperity reign abundantly in your lives. പ്രിയ സഹോദരങ്ങളെ, ദൈവം അനുവദിക്കുന്നുവെങ്കിൽ കഴിഞ്ഞ സന്ദേശത്തിൽ നാം ഡിസ്കസ് ചെയ്തതിന്റെ തുടർച്ചയാണ് നാം ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ത്രിയേക ദൈവം എന്ന ഉപദേശം സ്ഥാപിപ്പാൻ ബൈബിളിൽ നിന്ന് വെട്ടിക്കളഞ്ഞ വചനങ്ങൾ എന്ന ടൈറ്റിലാണ് നാം ഇത് കേൾക്കുവാൻ പോകുന്നത്. ഇത് സന്ദേശത്തിന്റെ തുടർച്ചയാണ്. Dear brothers, so today's message will be a continuation of the message from last week. So the title for last week and today's message is the verses in the Bible that were struck out in order to establish the doctrine of Trinity or Triune God. പ്രിയ സഹോദരങ്ങളെ, ഇതൊരു ട്രിനിറ്റി മാത്രം അല്ലെങ്കിൽ ട്രിയൂൺ ഗോഡ് മാത്രമല്ല, പല
ക്രിസ്തീയ ഗോളത്തിൽ കിടന്ന് കറങ്ങുന്ന പല ഉപദേശങ്ങളും ദൈവ ഇഷ്ടത്തെ ബ്ലോക്ക് ചെയ്യുന്ന ക്യാപ്പുകളാണ്. നിങ്ങൾ നോക്കി കാണാം, ഈ കുപ്പിയിൽ വെള്ളമുണ്ട് കണ്ടോ, പക്ഷെ ഈ വെള്ളം താഴെ പോകില്ല. ഈ വെള്ളം ഞാൻ തലതിരിച്ചിട്ട് താഴെ പോകുന്നില്ല. കാരണം എന്തായിരിക്കും ഈ വെള്ളം ഞാൻ തലതിരിച്ചിട്ട് താഴെ പോകാതെ? എനിക്ക് കേൾക്കാൻ പറ്റും, നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ വാ തുറന്ന് പറഞ്ഞ് എനിക്ക് കേൾക്കാം. ക്യാപ്പ് ഇട്ട് പൂട്ടിയേക്കുക അല്ലേ, അതൊരു വെള്ളം താഴെ വരത്തില്ല. ഇതേപോലെ ദൈവ ഇഷ്ടം നമ്മളിലും നമ്മളിലൂടെയും ഈ ഭൂമിയിൽ വെളിപ്പെടാതിരിപ്പാൻ പിശാച് വെച്ച പല തന്ത്രങ്ങളിൽ ഒന്നാണ് ഈ ത്രിയേക ദൈവ ഉപദേശം. ഈ ക്യാപിറ്റ് അടച്ചിരിക്കുക. ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിലൂടെ ദൈവ പ്രവൃത്തി ഭൂമിയിൽ വെളിപ്പെടത്തില്ല. ചുരുക്കി പറഞ്ഞാൽ നമ്മളിലൂടെ ലോകം ക്രിസ്തുവെ കാണത്തില്ല, സ്വർഗസ്ഥ പിതാവിനെ കാണത്തില്ല. ലോകം കാണുന്നത് നമ്മളെ ആയിരിക്കും. Dear brothers, it is not just the doctrine of Trinity or Triune God. There are many doctrines that are currently in the various Christian denominations, that are doing rounds in the various Christian denominations, which are actually blocks that are set by Satan to prevent the will of the Father, will of God from being revealed into this world. So dear pastor just demonstrated us with an example of a bottle filled with water. So when he upturned the bottle, the water did not flow out. The reason being that there is a cap over there. So in the same way, doctrine of Trinity is a cap that has been set so that the will of God, so that Jesus as well as Jesus and through Jesus the Father is not revealed in our lives and through us even to this world as well. പകരം ലോകം കാണുന്നത് നമ്മളെ തന്നെയാണെന്നേ. നമ്മളെ കാണുന്നു, നമ്മളെ ഡിനോമിനേഷൻ കാണുന്നു. കത്തോലിക്ക ഡിനോമിനേഷൻ, പെന്തക്കോസ് ഡിനോമിനേഷൻ, ഷാരോൺ ഡിനോമിനേഷൻ, CSI ഡിനോമിനേഷൻ, അതിനെ കാണുന്ന ലോകം. നമ്മളിലൂടെ ക്രിസ്തുവെയോ ക്രിസ്തുവിന്റെ തലയായ സ്വർഗസ്ഥ പിതാവിനെയോ കാണുന്നില്ല. പക്ഷെ ക്രിസ്തു നിന്ന ക്രിസ്തു പറയും, എന്നെ കാണുന്നവൻ പിതാവിനെ കാണും. പക്ഷെ ആ ഒരു സംഭവം നമ്മളിൽ നടക്കുന്നില്ല. അതാണ് ദൈവ ഇഷ്ടം. നമ്മളിലൂടെ സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയിൽ വെളിപ്പെടണം. അത് സംഭവിക്കുന്നില്ല. നമ്മളിലൂടെ ഇമ്മാനുവൽ നടക്കണം. അത് സംഭവിക്കുന്നില്ല. അതിന്റെയൊക്കെ കാരണം ഇതേപോലെയുള്ള ക്യാപ്പിട്ട്, ത്രിയേക ദൈവ ക്യാപ്പിട്ട്, പിന്നെ ഇതേപോലെ തന്നെ വണ്ണസ് പെന്തക്കോസ്ത് ക്യാപ്പിട്ട്, ത്രിയേക പെന്തക്കോസ്ത് ക്യാപ്പിട്ട്, പല പല ക്യാപ്പിട്ട് നമ്മളെ അടച്ചിട്ടിരിക്കുക. ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് യഥാർത്ഥത്തിൽ ബൈബിളിൽ പറയുന്ന ക്രിസ്തയേശുവിലുള്ള അനാദിയിലെ ദൈവത്തിന്റെ പദ്ധതി നാം അറിയണം. ആ പദ്ധതി അറിഞ്ഞിട്ട് ക്രിസ്തയേശുവിൽ ദൈവം ചെയ്യുന്ന ആ പദ്ധതിയിൽ എൻറോൾ ചെയ്യണം. അതിന്റെ ഫലമായിട്ട് നമ്മൾ വിളങ്ങണം. Dear brothers, so when people are seeing the various Christians, they are seeing the individuals. They are not seeing Jesus or through Jesus the Father. But what Jesus wants is, when Jesus was in this world, Jesus said that those who have seen me has seen the Father. So what Jesus wants from us is also to manifest Jesus and through Jesus the Father into this world. But because of such caps that like Triune God and other caps like Oneness, Pentecostals, etc., for the various Christians, that is not happening. They are not able to manifest the will of the Father, will of God, and manifest God and Jesus into this world. But what we should do is we should first know the plan of our Heavenly Father from before the time began, and understand that plan, and through that plan we should be able to move forward. എന്റെ പ്രിയ മക്കളെ, നിങ്ങൾ തിരിച്ചറിയേണ്ടത്, സ്വർഗത്തിലെ ദൈവം ത്രിയേക ദൈവത്തെ ഉണ്ടാക്കുകയോ വണ്ണസ് പെന്തക്കോസിനെ ഉണ്ടാക്കുകയോ കത്തോലിക്ക ഗ്രൂപ്പിനെ ഉണ്ടാക്കുകയോ അല്ല ചെയ്യുന്നത്. ദൈവം ഒരു പ്രൊജക്ട് ചെയ്യുകയാണ്. ആ പ്രൊജക്ട് ചെയ്യുന്നത് തന്റെ പുത്രനായ ക്രിസ്തുവിലാണ്. ക്രിസ്തുവാണ് അതിന്റെ ഗ്രൗണ്ട്, അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ക്രിസ്തുവാണ്. അതിന് ബൈബിളിൽ പേരിട്ടിരിക്കുന്നത് ദി എറ്റേണൽ പർപ്പസ് വിച്ച് ഗോഡ് പർപ്പസ്ഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ് അവർ ലോർഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്.
എറ്റേണൽ പർപ്പസ്, അനാദിയിലേ ഉള്ള ദൈവത്തിന്റെ പർപ്പസാണ്, ഉദ്ദേശമാണ് അത്. പക്ഷേ അത് ഈ ലോകത്തിന് അറിയത്തില്ല, അത് സഭയ്ക്കും അറിയത്തില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം പറയാണ് അത് സഭ മുഖാന്തരം ദൈവം അങ്ങ് വെളിപ്പെടുത്തും. സഭ മുഖാന്തരം ദൈവം അനാദിയിൽ ക്രിസ്തുവിൽ നിവർത്തിച്ചിരിക്കുന്ന പദ്ധതി അങ്ങ് വെളിപ്പെടുത്തും. ഇത് വെളിപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് പിശാച് മനുഷ്യ ഹൃദയത്തെ തെറ്റിച്ചു കൊണ്ടുപോയിട്ട് പല പല ഡോക്ട്രിൻസും വെച്ച് ഈ കുപ്പിയിലെ വെള്ളം താഴെ വീഴാതിരിക്കത്തക്ക വണ്ണം ഇത് അടച്ചു കളഞ്ഞേക്കണേ. മനസ്സിലായോ? ഈ പർപ്പസ് ജനം അറിയരുത്. ഇത് എങ്ങനെ അറിയണേ? ഇവൻ സ്വർഗത്തിലുള്ളവർക്ക് പോലും അറിയത്തില്ല. സഭ മുഖാന്തരം ഇത് അറിയുള്ളൂ. ഇത് അറിയുന്ന സമയം ഈ കൂട്ടര് ബഹളം ഉണ്ടാക്കും. ആര്? ഈ അടപ്പുണ്ടാക്കിയ കൂട്ടര് ബഹളം ഉണ്ടാക്കും. ദുരുപദേശം. സഭ മുഖാന്തരം സ്വർഗത്തിൽ റിവീൽ ചെയ്യുക. സ്വർഗത്തിലെ പോപ്പുലേഷൻ പോലും ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുക. അല്ലെങ്കിൽ നിനക്ക് കിട്ടത്തില്ല. Dear brothers, so what Heavenly Father wants from us is not to reveal various denominations. Instead, what the Heavenly Father wants from us is to reveal His plan that He had set from eternity onwards. And the ground in which the God is implementing that plan is our Lord Jesus Christ. As in the Bible it says, God's purpose in our Lord Jesus Christ. And this plan is a mystery to the not only to us but also to the heavenly beings, to the angels, and not even the church knows this. But this plan is revealed at various stages through the church into this world. And when this plan is revealed through the church into this world, at that point of time, these people who are the cap of that bottle, that is, they are the various blocks set to prevent God's will from being revealed into this world. Those people will raise a fuss saying that this is heresy and all those things. But remember that this plan is not even known to the angels, not even known to the heavenly beings, till it is revealed through the church into this world. ഞാനൊരു വചനം വായിക്കാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 10-11 വാക്യങ്ങളാണ് വായിക്കാൻ പോകുന്നത്. നിങ്ങൾ എപ്പോഴും എന്നെയല്ല വിശ്വസിക്കേണ്ടത്, നിങ്ങളുടെ കയ്യിലെ വിശുദ്ധ ബൈബിൾ വിശ്വസിക്കും. അത് എഴുതിയിരിക്കുകയാണ്, അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ, ഭൂമിയിലല്ല സ്വർഗത്തിൽ, വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും, അതായത് ദൈവത്തിന്റെ ഒരു ഭരണശ്രേണിയുണ്ട്, സ്പിരിച്വൽ ഹൈറാർക്കി. സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം. അവൻ ദൈവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിയായി വരുന്നു. അപ്പൊ എന്താ ഈ പറയണേ? സ്വർഗത്തിലെ നമ്മളുടെ അപ്പൻ, മനുഷ്യരാരും കാണാത്ത, കാണാൻ കഴിയാത്ത, താൻ മാത്രം അമർത്യതയുള്ള സ്വർഗസ്ഥ പിതാവ് ക്രിസ്തുവിൽ തനിക്കൊരു പദ്ധതിയുണ്ട്. അത് സമയത്തിലോ ആദിയിലോ ഉള്ള പദ്ധതിയല്ല, അനാദിയിൽ ദൈവം നിർണയിച്ച പദ്ധതിയാണ്. ആ പദ്ധതി ക്രിസ്തുവിലാണ്. ക്രിസ്തുവാണ് അതിന്റെ ഫൗണ്ടേഷൻ. ഇത്ര മനസ്സിലായ? ഈ പദ്ധതി എന്താണെന്ന് സ്വർഗവാസികൾക്ക് പോലും അറിയത്തില്ല. ഈ പദ്ധതി സഭയെ, അതായത് ഏത് സഭയാ? ഡിനോമിനേറ്റീവ് സഭയല്ല, ക്രിസ്തുവിന്റെ ശരീരമായ സഭയെ ശ്രദ്ധിച്ചു നോക്കിയാൽ സഭ മുഖാന്തരം ദൈവത്തിന്റെ ഈ പദ്ധതി വെളിപ്പെടുന്നത് കാണാം. മനസ്സിലായോ? അപ്പോ
സ്വർഗവാസികൾ ബാൽക്കണിയിൽ ഇരുന്ന് നാടകം കാണുന്നത് പോലെ, സിനിമ കാണുന്നത് പോലെ. അടുത്ത രംഗം എന്താണെന്ന് അവർക്ക് അറിയത്തില്ല. സഭയിൽ നോക്കിയാൽ അറിയാം, സഭ എന്ന് സ്ക്രീനിൽ നോക്കിയാൽ അറിയാം യഥാർത്ഥത്തിൽ ദൈവം അടുത്തത് എന്താണ് കാണിക്കാൻ പോണേന്ന്. പിടുത്തം കിട്ടിയ? ഹല്ലേലൂയ. അങ്ങനെ സ്വർഗത്തിലുള്ളവർക്ക് ഭൂമിയിലുള്ള യേശു കർത്താവ് തന്റെ ചങ്കിലെ ചോരയാ നേടിയ സഭ മുഖാന്തരം ഇത് അറിയായി വരുന്നു. അതുകൊണ്ട് ആളുകൾ പറയുന്നത്, ഇത് ഞങ്ങൾ ഇതുവരെ കേൾക്കാത്തൊരു ഉപദേശം, ഞങ്ങൾ ഇതുവരെ കേൾക്കാത്തൊരു ഉപദേശം, ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പറഞ്ഞിട്ടില്ലാത്തൊരു ഉപദേശം. അതെ, കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയവും നിരൂപിച്ചിട്ടുമില്ല. പക്ഷെ അത് തന്റെ ആത്മാവിനാൽ സഭ മുഖാന്തരം വെളിപ്പെടുത്തും. പിടുത്തം കിട്ടിയ? അപ്പോൾ പിശാച് ഇത് പുറത്തിറങ്ങാതിരിക്കാൻ ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം ഈ കുപ്പിയിനുള്ളിൽ നിന്ന് വെള്ളം പുറത്തിറങ്ങാതിരിക്കുന്നത് പോലെ പല പല ഉപദേശങ്ങളിട്ട് ഇവിടെ അടച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതിൽ ഒന്നാണ് ഈ ത്രിയേക ദൈവം. അതിലൊന്നാണ് ഈ വണ്ണസ് പെന്തക്കോസ്ത് ദൈവം. ഇങ്ങനെയുള്ള പലതും ഇത് മാത്രമല്ല, ധാരാളം ഇട്ട് അടച്ചു വച്ചിരിക്കുക. അവരെ സംബന്ധിച്ച് ഇതൊക്കെ ദുരുപദേശം. ഏത്? സ്വർഗസ്ഥ പിതാവ് ക്രിസ്തുവിൽ ചെയ്തിരിക്കുന്ന അനാദി നിർണയം. അതിനെക്കുറിച്ചൊന്നും അവര് മിണ്ടത്തേയില്ല. പകരം അവര് ക്രിസ്തുവിനെ സ്തുതിക്കുക. അത് മാത്രമേ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ക്രിസ്തുവിനെ സ്തുതിക്കുന്നതിലൊന്നും ഒരു വിരോധവും ഇല്ല. ക്രിസ്തു സർവപ്രപഞ്ചത്തിന്റെയും രാജാവാ. ഒരു രാജാവിന് വേണ്ട എല്ലാ ബഹുമാനവും സ്തുതിയും ഒക്കെ പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ പുത്രനെ ബഹുമാനിക്കണമെന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ദൈവ ഇഷ്ടം എന്നാന്ന് അറിയത്തില്ലെങ്കിൽ സ്വർഗപ്രവേശനം ഔട്ടാ. ഇതാ കർത്താവ് പറഞ്ഞ, എന്നെ കർത്താവെ എന്ന് പറഞ്ഞാലും സ്വർഗരാജ്യത്ത് കയറത്തില്ല. എന്റെ സ്വർഗസ്ഥ പിതാവിന്റെ ഇഷ്ടം ചെയ്യണം, എങ്കിലേ സ്വർഗരാജ്യത്ത് പ്രവേശിക്കുകയുള്ളൂ. അപ്പോ മനസ്സിലായെന്ന് ചിന്തിക്കുന്നു. Go ahead, മോനെ. Dear brothers, let me read the verse in support of this. So this is Ephesians chapter 3 verse 10 and 11. So the manifold wisdom of God might now be made known through the church to the rulers and the authorities in the heavenly places. So remember, here they are speaking not about rulers and authorities in this world, but about the rulers and authorities in the heavenly places. That is the spiritual hierarchy of God. That is God's government. So even they don't know what the manifold wisdom of God is, and it is being made known through the church. And the next verse says, this was in accordance with the eternal purpose which he carried out in Christ Jesus our Lord. So you can see the manifold wisdom of God that was it is made known through the church for the authorities in the heavenly places in accordance with the eternal purpose, this is God has an eternal plan, and that plan God carried out in Christ Jesus our Lord. So you can see that even the heavenly places, even the authorities and rulers in the heavenly places, they don't really know. They are like spectators watching the church, or like people watching the television, and they are looking at the church, the screen that is a church, and seeing what is going to be what is going to be the next step in God's plan. And through the church, this God's eternal purpose in Christ Jesus is being revealed one by one. And when that happens, there are people who will oppose those because of these blocks that Satan has set in the church, in these various doctrines like Trinity, which Satan has set in the church, so that the will of the Father is not revealed out into this world. And it is at that point of time that they will complain, like saying that this is a new teaching, or this teaching we have not heard yet. But remember, Father, the will is made known through the church, and the God's eternal purpose is carried out in Christ Jesus our Lord. ഇന്നൊരു ദേവദാസൻ വൈകിട്ട് ഞാൻ നോക്കുമ്പോൾ എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് ഇട്ടിരിക്കുകയാണ്. അദ്ദേഹം യോഹന്നാന്റെ സുവിശേഷം 1 അധ്യായം 1 മുതൽ 3 വരെ കോട്ട് ചെയ്തു. നിങ്ങൾക്കറിയാലോ, ആദ്യം ഒരു വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടി, വചനം ദൈവമായിരുന്നു. അന്നേരം അദ്ദേഹം എന്നോട് പറയാ, ആദിയിൽ വചനം ഉണ്ടായി എന്നല്ല, വചനം ഉണ്ടായിരുന്നു എന്നാ പറയണേ എന്ന് പറഞ്ഞോണ്ട് എക്സ്പ്ലനേഷൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ നിർത്തി. ഞാൻ അദ്ദേഹത്തിന് തിരിച്ചൊരു വോയിസ് മെസ്സേജ് ഇട്ടു. എന്റെ പൊന്നു ദേവദാസനെ, ഇതൊക്കെ
ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് അറിയാവുന്നതുമാണ്. യേശു ക്രിസ്തുവിന്റെ പേരാണ് വചനം. അത് യേശു ക്രിസ്തു മുഖാന്തരമാണ് സകലം സൃഷ്ടിച്ചതെന്നും ഒക്കെ ഞാൻ വിശ്വസിക്കുന്നതാണ്. അങ്ങ് സംസാരിക്കുന്നതിന്റെ പുറകിലെ ലക്ഷ്യം യേശു ക്രിസ്തുവിനെ പിടിച്ച അത്യുന്നതനായ ദൈവം ആക്കണമെന്നുള്ളതാണ്. എന്റെ ലക്ഷ്യം യേശു ക്രിസ്തുവിനെ ദൈവം ആക്കാനോ ദൈവത്തിൽ നിന്ന് ഇറക്കാനോ അല്ല. എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളെ എല്ലാവരെയും സ്വർഗരാജ്യത്തിൽ നിന്ന് എത്തിക്കുക എന്നുള്ളതാണ്. അങ്ങയുടെ ലക്ഷ്യം, അങ്ങയുടെ ഡിനോമിനേഷൻ എന്താണോ പറയുന്നത് അത് സാധിപ്പിച്ചെടുക്കുക. എനിക്ക് അങ്ങനെ ഒരു ലക്ഷ്യമേ ഇല്ല. എന്റെ ലക്ഷ്യം കർത്താവായ യേശുവോ മത്തായി 7:21 പറഞ്ഞു, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനും അല്ല, ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പോകുന്നത് എന്ന് പറഞ്ഞില്ലേ? അയ്യോ, അങ്ങനെയല്ലല്ലോ. വൺനെസ് പെന്തക്കോസ്തിൽ വിശ്വസിക്കുന്നവരാ സ്വർഗരാജ്യത്തിൽ പോകുന്നെന്ന് പറഞ്ഞോ? അങ്ങനെയല്ലല്ലോ. പിന്നെ എന്നാ പറഞ്ഞേ? എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നുള്ളല്ലേ യേശു പറഞ്ഞേ. അപ്പൊ ഈ പിതാവിന്റെ ഇഷ്ടത്തെ മറയ്ക്കുന്ന സകലത്തെയും മാറ്റിയിട്ട് പിതാവിന്റെ ഇഷ്ടം നിങ്ങളുടെ ഹൃദയത്തിൽ തരുവാനാണ് ഈ കിടന്ന് അധ്വാനിക്കണേ. നിങ്ങൾ അധ്വാനിക്കണം നിങ്ങളുടെ സഭയുടെ ടീച്ചിങ് പിടിക്കാൻ. ഞാൻ അധ്വാനിക്കണം എങ്ങനെയെങ്കിലും നിങ്ങളെ സ്വർഗരാജ്യത്തിൽ എത്തിക്കാൻ. തുടർന്ന് അദ്ദേഹത്തോട് ദൈവത്തിന്റെ ഇഷ്ടം എന്താന്ന് പറഞ്ഞു കൊടുത്തു. ഇതങ്ങ് ചെയ്യാൻ നോക്കാം, ദൈവരാജ്യം അവകാശമാക്കാം. ഹല്ലേലൂയ. ജനത്തെ മുഴുവൻ പിശാചി അന്ധത പഠിപ്പിച്ചിട്ടിരിക്കുക. അവരുടെ ചർച്ച എന്താ പഠിപ്പിക്കണം അത് തെളിയിക്കാൻ വേണ്ടി നടക്കുക. ദൈവ ഇഷ്ടം എന്താണെന്നുള്ളത് 7 അയൽവക്കത്ത് അടുത്തിട്ടില്ല. അതിനെപ്പറ്റി ചിന്തിക്കുന്നത് പോലുമില്ല. So, dear brothers, so these various blocks in the church, they will prevent the plan of God from being revealed. They will try to limit the believers to just worship and praise. Worship and praise is good, but if you don't do the will of the Father, you won't be able to get into eternal life, as it says in Matthew 7 verse 21 to 23. That only those who do the will of the Father will enter into eternal life. So this morning, Pastor had another servant of God had contacted Pastor this evening, and this servant of God had quoted 3 verses. That is John chapter 1 verse 1 to 3, which is familiar to us. That is, in the beginning was the Word was with God, and the Word was God, and so on. So, and this servant of God started arguing that it says in the beginning was the Word. It did not say that the Word came into being at the beginning. So at that point of time itself, Pastor had him stopped and replied to him that, dear brother, I know everything in these verses I too believe, and I know what you are trying to say. What you are trying to say, I too believe that Jesus is the Word, that Jesus was in the beginning, and it was through Jesus that all creation happened. But what you are trying to say over here is you are trying to make Jesus into the Almighty God, into the Most High God, and that is what he is opposing at that time. That is opposing the will of the Father. So, dear brother, you are trying to propagate the teaching of your various denominations, trying to establish the various doctrines of your various denominations. But what I desire is to propagate the will of the Father into this world. So that, remember, in Matthew 7 verse 21 to 23, Jesus does not say that those who establish Trinity or those who establish oneness Pentecostal will enter the eternal life. Instead, he says only those who do the will of the Father will enter eternal life. So Pastor advised him to try to understand more about the will of the Father and do the will of the Father in this world and try to enter eternal life. മക്കൾ, ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് തിരിച്ചറിയാൻ പിശാചിന്റെ ജയമാണ് ഇവിടെയൊക്കെ നടക്കുന്നത്. പിശാച് അന്ധത പിടിപ്പിച്ചിരിക്കുകയാണ് സഭയെ. ദൈവത്തെ കുറിച്ച് ചിന്തിക്കണമെന്നില്ല. അവനവന്റെ ഡിനോമിനേഷൻ എന്താണോ ടീച്ച് ചെയ്തത് അത് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി കിടന്നങ്ങ് പരിശ്രമിക്കുക. നിങ്ങൾക്കറിയോ, 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തില് നാം കാണാൻ കഴിയുന്ന ഒരു കാര്യം, അത് ദൈവം ചെയ്യുന്നതാണെങ്കിൽ ഇവിടെ അതിന്റെ ഓപ്പോസിറ്റ് പിശാചി ചെയ്യുക. അവിടെ കാണുന്നൊരു കാര്യം, സിറിയൻ സൈന്യം ഇസ്രായേൽ രാജ്യത്തിനെതിരെ വരികയാണ്.
ഓരോ പ്രാവശ്യവും സിറിയൻ സൈന്യം ഇസ്രായേൽ രാജ്യത്തിനെതിരെ, നിങ്ങൾക്കറിയാം ഇസ്രായേലിന്റെ നൈബർ കൺട്രിയാണ് സിറിയ. അതാണ് ആരാം എന്ന് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്. എതിര് വരുമ്പോ ഇസ്രായേൽ രാജാവിന്റെ ഈ സൈന്യം അത് കറക്റ്റ് സ്ഥലത്ത് നിന്ന് ബ്ലോക്ക് ചെയ്യും. അത് ബ്ലോക്ക് ചെയ്തതിന്റെ കാരണം വേറെ ഒന്നുമല്ല, ഏലീശ എന്ന പ്രവാചകന് ഈ ദൈവിക ദർശനം ദൈവം കൊടുത്തിട്ട് ഏലീശ ഇസ്രായേൽ രാജാവിനെ അഡ്വൈസ് ചെയ്യും, സിറിയൻ സൈന്യം ഇന്ന വഴി വരുന്നുണ്ട്, ബ്ലോക്ക് ചെയ്തോളാൻ. അങ്ങനെ പലവട്ടം സംഭവിച്ചു കഴിഞ്ഞു. ഈ സിറിയൻ രാജാവ് ദേഷ്യപ്പെട്ടിട്ട് സൈന്യത്തോട് പറഞ്ഞു, നമ്മുടെ കൂട്ടത്തിൽ ഒരു ചാരനുണ്ട്, ആ ചാരനാണ് ഈ അറിയിപ്പൊക്കെ നടത്തണേ. അപ്പോ ആളുകൾ പറഞ്ഞു, അങ്ങനെയല്ല, ഇസ്രായേൽ ഒരു പ്രവാചകനുണ്ട്, ഏലീശ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഈ ഇവിടെ കിടപ്പറയിൽ സംസാരിക്കുന്നത് അത് അവൻ അവിടെ അറിയാം. അങ്ങനെ അവൻ അത് അറിയുന്നതുകൊണ്ട് ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞ് ബ്ലോക്ക് ചെയ്യുക. അപ്പോ അവൻ എവിടെയുണ്ട്? ദേദാൻ എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞു. ഉടനെ തന്നെ സിറിയൻ സൈന്യം മുഴുവൻ ഏലീശയെ പിടിക്കാൻ വേണ്ടി വരിക. രാവിലെ ഏലീശയുടെ ബാലിക്കാര് എഴുന്നേറ്റ് നോക്കിയപ്പോ പട്ടണം നിറയെ സൈന്യം. പുള്ളി പേടിച്ചു പോയി. അയ്യോ എന്ന് പറഞ്ഞപ്പോ ഏലീശ അവനോട് പറഞ്ഞു, നീ പേടിക്കണ്ട, അവരോട് കൂടെ ഉള്ളതിൽ അധികം ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട്. എന്നിട്ട് ഏലീശ പ്രാർത്ഥിച്ചു, ദൈവമേ ഇവൻ ഒന്ന് വിശ്വാസത്തിൽ ഉറയ്ക്കാൻ, ഇവന്റെ കണ്ണ് തുറക്കാൻ. ദൈവം അവന്റെ കണ്ണ് തുറന്നപ്പോ അവൻ കണ്ടത് സ്വർഗീയ സേന ഇവർക്ക് വേണ്ടി സംരക്ഷണം നിൽക്കുക. പ്രിയ സഹോദരങ്ങളെ, തുടർന്ന് ഇതാ സിറിയൻ സേന തങ്ങളെ അടുത്ത് വന്നപ്പോ ഏലീശ ഒന്ന് പ്രാർത്ഥിച്ചു. ഇതാണ് നമ്മുടെ പോയിന്റ്. ദൈവമേ ഇവരെ അന്ധത പിടിപ്പിക്കണേന്ന്. അവർ കണ്ണു തുറന്നിരിക്കുകയാണ്, പക്ഷെ അവരുടെ മനസ്സങ്ങ് ഇരുണ്ടു. അപ്പൊ ഏലീശ അവരോട് പറഞ്ഞു, ഇതല്ല വഴി, ഇതല്ല സ്ഥലം, ഞാൻ കൊണ്ടാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഏലീശാനെ കൊല്ലാൻ വന്നവരെ നേരെ ശമരിയയിലേക്ക് കൊണ്ടു നിർത്തി. എടുത്തം കിട്ടിയോ? അപ്പൊ ലക്ഷ്യം ഏലീശ കൊല്ലുന്നതായിരുന്നു. ഇപ്പൊ എവിടെ പോയി എത്തി? ശമരിയയിലെത്തി. ഇതേപോലെ നമ്മുടെ ലക്ഷ്യം ദൈവത്തിന്റെ പുത്രന്മാരായി, ക്രിസ്തുവിന്റെ സഹോദരങ്ങളായി, ക്രിസ്തുവിന്റെ കൂട്ടവകാശികളായി ദൈവരാജ്യ സുവിശേഷം കേട്ട് ദൈവത്തിന്റെ അവകാശത്തിലേക്ക് കയറേണ്ടതാണ്, ദൈവത്തിന്റെ റെസ്റ്റിലേക്ക് കയറേണ്ടതാണ്. പക്ഷെ നമ്മളെ കൊണ്ട് എവിടെ നിർത്തി? 2 Corinthians 4:4 പറയുന്നു, ഈ ലോകത്തിന്റെ ദൈവമാകുന്ന പിശാച് യേശുക്രിസ്തു പ്രസംഗിച്ച തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ മനുഷ്യരുടെ മനസ്സുകളെ അന്ധത പിടിപ്പിച്ചു, കുരുടാക്കി. അവിടെ ഏലീശ അന്ധത പിടിപ്പിച്ചു, ഇവിടെ പിശാച് അന്ധത പിടിപ്പിച്ചു. രണ്ടിടത്ത് അന്ധത പിടിപ്പിച്ചു. അങ്ങനെ ഇപ്പോ ജനം യേശുവിനെ സ്വീകരിച്ച് കൂരാക്കൂരിട്ടിരിക്കുക. ഞങ്ങളങ്ങനെ കർത്താവായി സ്വീകരിച്ചു, ഞങ്ങൾ അങ്ങനെ ആദ്യം രോഗികളെ സൗഖ്യമാക്കി, ഞങ്ങൾ അങ്ങനെ ആദ്യം ഭൂതങ്ങളെ പുറത്താക്കി, ഞങ്ങൾ അങ്ങനെ ആദ്യം പ്രവചിച്ചു. ഒറിജിനൽ യേശു പറയാണ്, ഗെറ്റ് ഔട്ട്, ഞാൻ ഒരു കാലത്ത് നിങ്ങളെ അറിഞ്ഞിട്ടില്ല. എന്നെ കർത്താവേ കർത്താവ് എന്ന് പറയുന്ന ഏവനുമല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്താൽ സ്വതരാതി കാർത്തുള്ളൂ. ശരിക്കും അന്ധത പിടിച്ചിരിക്കുകയല്ലേ ഈ ക്രിസ്തീയ സമൂഹം മുഴുവൻ? അന്ധത പിടിച്ചിരിക്കുകയല്ലേ? പിശാചിന്റെ ജയമാണ് അവിടെ കാണുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് തർക്കിക്കാൻ നടക്കുന്നത് എന്തിനു വേണ്ടി? ഏതോ മനുഷ്യ വട്ടം കൂട്ടി ഉണ്ടാക്കിയ ഡിനോമിനേഷന്റെ സിസ്റ്റം സ്ഥാപിക്കാൻ വേണ്ടി തർക്കിക്കുന്നു. എന്റെ മക്കളെ, നമ്മുടെ സമയം വേസ്റ്റ് ചെയ്യല്ലേ. ഉള്ള സമയം യേശുവെ അനുഗമിച്ച് ആ യേശു ക്രിസ്തു സ്വർഗീയ പിതാവിന് ഇഷ്ടം ചെയ്തതുപോലെ നമ്മളും ആ സ്വർഗീയ പിതാവിന്റെ ഇഷ്ടം ചെയ്ത് സ്വർഗത്തിലെ ദൈവത്തിന്റെ മകൻ, ക്രിസ്തുവിന്റെ സഹോദരൻ, ക്രിസ്തുവിന്റെ കൂട്ടവകാശി എന്ന സ്ഥാനത്തേക്ക് എത്തുവാൻ, അതുവഴി ലോകത്തിന്റെ ഭരണം ഏറ്റെടുക്കുവാൻ തയ്യാറാകുക. ഇതാണ് ഇവിടെ ദൈവത്തിന് നമ്മളോട് ഓർപ്പിക്കാനുള്ളത്. So dear brothers, what we see is that whatever God is trying to do, Satan is trying to block it.
And so let me give you an example of something that happened in 2 Kings chapter 6. Here we have a situation where the king of Syria, that king of Aram, known today as Syria. Syria, as you know, is neighboring to Israel. So the king of Syria is attacking Israel, and every time he attacks Israel, he comes through different ways with this army to attack Israel. But every time he does that, the king of Israel is able to predict that and block the army from coming in. And this happens several times, and then the king of Syria gets angry with his commanders and say that there is some spy among us. We should find out this spy because the spy is leaking information. Otherwise, how will the king of Israel be able to block us so accurately? And to this, the commanders of the king of Syria tells him that this is not a spy. This is the prophet Elisha, and Elisha is able to know what you are speaking in your bedroom, and he's advising the king of Israel, and so that the king of Israel is able to accurately block us. So on hearing this, the king of Syria sends his army in order to capture Elisha to the city of Dothan. And when morning came and the servant of Elisha woke up, and he saw that the entire Syrian army is surrounding the city, and he cried out to Elisha, and Elisha prayed to God, and Elisha said to him, those with us is more than those with them. And Elisha also prayed to God in order to solidify his faith, and God opened his eyes, and he was able to see chariots of fire from God surrounding the city. And here, what this is the story, this is the context of the story. But here, the point that Pastor is trying to make over here is that then what Elisha does is Elisha prays to God to strike these people with blindness, and they are afflicted with blindness. And then Elisha tells them that this is not the city, that I will take you to the real city. And they believe Elisha because they are struck with blindness in their heart, and they are taken from that city, and Elisha brings them to Samaria, to the capital of Israel, to be captured by the king of Israel. So here you can see that these men set out to Dothan to capture Elisha, but their heart, they were blinded, and as a result of their blindness, they ended up in Samaria. So this is exactly so here we can see that God is foiling the plan of the king of Syria, but what we see in modern days is Satan is trying to foil the plan of God. And we see that in 2 Corinthians chapter 4 verse 4 onwards. Here it says, in whose case the God of this world has blinded the minds of the unbelieving, so that they might not see the light of the gospel of the glory of Christ, who is the image of God. So here it says that Satan has blinded the minds of the unbelieving, so that they might not see the light of the gospel of the glory of Christ, so that they won't understand the eternal purpose of God, the plan of God, and not knowing the will of the Father, they will never be able to enter into eternal life. Remember, brothers, if you are fighting to establish the various doctrines of your various denominations, doctrines like Trinity and all, and not focusing on understanding and doing the will of the Father, you will not be able to enter the kingdom of God. Here we can see in Matthew 7 verse 21 to 23, they said, did we not prophesy in your name cast out demons, and in your name perform many miracles? These people did all these things, and even after doing all these things, they were not able to enter into the kingdom of God, because they did not do the one thing that is necessary, that is, he who does the will of my Father who is in heaven will enter. So, dear brothers, instead of focusing on trying to establish various doctrines which are set up by various men in different periods in history, and trying to establish this doctrine in order for the pride of your church or your denomination, instead of that, please focus on finding out the will of the Father and doing the will of the Father. And only by doing that will you be able to enter into eternal life. Praise God. ശ്രദ്ധിച്ചേ, നിങ്ങൾ എഫേസ്യ ലേഖനം 3:9-11 വരെ വീട്ടിലിരുന്ന് നന്നായിട്ട് പഠിക്കും കേട്ടോ. 3:9-11 വരെ അവിടെ വ്യക്തമായിട്ട് മറഞ്ഞു കിടന്ന മർമ്മം, ദൈവത്തിന്റെ ക്രിസ്തയേശുവിലുള്ള അനാദി നിർണയം, ഈ പോയിന്റ് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ. ഇത് സ്വർഗത്തിലെ പോപ്പുലേഷന് പോലും അറിയില്ല. ഇത് ഈ മറഞ്ഞു കിടന്ന സംഭവം
സ്വർഗത്തിലെ ദൈവം സഭ മുഖാന്തരമാണ് ഇത് വെളിപ്പെടുത്തുന്നത്. അപ്പൊ നമ്മൾ മാനുഷിക ഉപദേശത്തിൽ ഇവിടെ മുറുകെ പിടിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് സഭ മുഖാന്തരം വെളിപ്പെടുമ്പോൾ നമ്മൾക്ക് അറിയാത്തത് കൊണ്ട് നമ്മൾ ദുരുപദേശം പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോ ഇവിടെ എഴുതിയിരിക്കുകയാണ്, സകലതും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ, ആദിയിലല്ല, ആദിയിലാണ് ആകാശം ഭൂമി സൃഷ്ടിച്ച, അവിടെയൊന്നുമല്ല, ആദി സമയം. ഇവിടെ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിക്കാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. മനസ്സിലായോ? അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും, ഭൂമിയിലല്ല സ്വർഗത്തിൽ, ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം ദൈവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച, അതായത് യേശു ക്രിസ്തുവിലാണ് തുടങ്ങുന്നത്. അതിന്റെ A to Z, ആൽഫ ആൻഡ് ഒമേഗ യേശു ക്രിസ്തുവിലാണ്. യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയം, അനാദിയിലുള്ള പർപ്പസ് സഭ മുഖാന്തരം അറിയായി വരുന്നു. ഇനി ഇതെന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് ബൈബിളിൽ നിന്ന് വെട്ടിമാറ്റിയ കുറേ വചനങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ശ്രദ്ധിക്കുക. ഈ അനാദി നിർണയം എന്ന് പറഞ്ഞാൽ ക്രിസ്തു യേശുവിൽ ദൈവം തൻ്റെ കുടുംബത്തെ ഒരുക്കുകയാണ്. ദൈവ കുടുംബത്തെ മനുഷ്യന് വിശ്വസിക്കാൻ പ്രയാസം. ഇത് വരുമ്പോ ദുരുപദേശം പറഞ്ഞുകൊണ്ടേയിരിക്കും. ക്രിസ്തു യേശുവിൽ ദൈവം ദൈവ കുടുംബത്തെ ഒരുക്കുകയാണ്. ക്രിസ്തുവിലൂടെ അനേക മക്കളെ ഒരുക്കുകയാണ്, ദൈവ മക്കളെ. ക്രിസ്തുവിന് അനേക സഹോദരങ്ങളെ ഒരുക്കുകയാണ്. ഈ പ്രോസസ് നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ ക്രിസ്തുവിന് അനുരൂപമായി തീരാൻ നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നു. ക്രിസ്തുവോട് പഠിച്ച് നമ്മൾ ജയിച്ചാൽ, വെളിപ്പാട് 21:7 പറയുന്നു, ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ. അവന് കിട്ടുന്ന അവകാശമാണ് ദൈവ കുടുംബത്തിലെ അംഗത്വം. ഇതാണ് ഈ കുടുംബം വേണം ഇനി തുടർന്ന് ദൈവത്തിന്റെ പ്രോപ്പർട്ടിയെ വാഴാൻ. കിങ്ഡം നമുക്ക് തരികയാണ് ദൈവം. മനസ്സിലായോ? ഇതാണ് ഈ സ്വർഗീയ പോപ്പുലേഷൻ പോലും അറിയാതിരിക്കുന്ന മറഞ്ഞു കിടക്കുന്ന മർമ്മം, ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട് തുടങ്ങുന്ന ദൈവത്തിന്റെ അനാദി നിർണയം. ഇത് ശലോമോന് പോലും അറിയത്തില്ല. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് ശലോമോൻ പറഞ്ഞേ, ദൈവം ആദ്യം മുതൽ അന്ത്യം വരെ ചെയ്യുന്നത് അറിയുവാൻ മനുഷ്യന് കഴിയുകയില്ല. എന്നാൽ ഇപ്പോ സ്വർഗത്തിലെ ദൈവം സഭ മുഖാന്തരം അതങ്ങ് വെളിപ്പെടുത്തുകയാണ് തന്റെ ആത്മാവിനാൽ. അതുകൊണ്ട് ആർക്കും ആ ദൈവത്തോടു കൂടിയുള്ള ജീവിതം, ആ നിത്യമായ സബത്ത് അനുഭവം നഷ്ടമാകരുത് എന്ന് ഓർപ്പിക്കുകയാണ്. Dear brothers, let me draw your attention back to Ephesians chapter 3, verses 9 to 11. So please go home and read this verses multiple times because it is important. But let me read it. And from in verse 9 it says, and to bring to light what is the administration of the mystery, for which for ages, in some translation forever, has been hidden in God who created all things. So you can say that there is a mystery which is being hidden in God who created all things and which has been hidden for eternity or for ages. And this, and verse 11, let me read it. This was in accordance with eternal purpose which he carried out in Christ Jesus our Lord. So God has an eternal purpose which is carried out in our Lord Jesus Christ. So the entire purpose begins and ends in our Lord Jesus Christ. Jesus Christ is the Alpha and Omega of that plan. Eternal purpose is carried out in our Lord Jesus Christ. And verse 10 says, so that the manifold wisdom of God might now be made known through the church to the rulers and the authorities in the heavenly places. So this purpose which has been hidden for ages, which was a mystery, which God accomplished in our Lord Jesus Christ, this even the rulers and authorities of the heavenly places did not know, but this has been made known through the church to the rulers and authorities of the in the heavenly places. So dear brothers, what if you have, in order to understand the will of God, you have to understand what is this purpose.
The purpose is very simple. God is creating a family, preparing a family for himself. And God is preparing a family for himself. He's preparing sons of God for himself, that is brothers of Jesus, cohorts of our Lord Jesus. And we have been predestined to be conformed to the image of our Lord Jesus. And if we are able to succeed, if we should give ourselves to that, and in that process we should win over this world. And when we do that, we will get as inheritance what is written in Revelations chapter 21 verse 7, where it says, to him who wins, he will be my son and I'll be his God. So when we accomplish this, we will become God's son, as part of God's, we will be part of God's family. And when we accomplish this, we'll be confirmed as God's son in his family, and we will be able to inherit this entire world. So remember, brothers, you have to understand the purpose of God. Only by understanding the will of God will you be able to enter into eternal life. സഹോദരങ്ങളെ, ഇതിന്റെ ബ്യൂട്ടി ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് ഒരു കാര്യം മാത്രം പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് വചനം വായിക്കാൻ പോവാം. ഓക്കെ, ചിത്രങ്ങൾ കാണിച്ച്. യേശു ക്രിസ്തു ഈ ദൈവത്തിന്റെ ഈ പർപ്പസിനായിട്ട് യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് പ്രധാനമായി 2 പ്രാവശ്യമാണ് ദൈവം പ്രവേശിപ്പിക്കുന്നത്. ഒന്ന്, ആദ്യത്തെ പ്രവേശനം ക്രിസ്തു ജഡമായി, വചനം ജഡമായി ഈ ഭൂമിയിലേക്ക് പ്രവേശിച്ചു. ആ പ്രവേശിച്ച സമയത്ത് ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു, ക്രിസ്തു ദൈവത്തിന് ഏകജാതനാണ്. തുടർന്ന് ഈ ഭൂമിയിൽ വന്ന്, അതാണ് ദൈവത്തിന്റെ വചനം യോഹന്നാൻ 3:16 പറയുന്നേ, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ. ഏത് ജാതൻ? ഏകജാതൻ. ദൈവത്തിന് എത്ര മക്കളേ ഉള്ളൂ? ആ ഇനത്തില് ഒരേ ഒരാളേ ഉള്ളൂ. ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ, എങ്ങോട്ട്? ഭൂമിയിലേക്ക്. മനസ്സിലായോ? അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അപ്പൊ ആദ്യത്തെ പ്രാവശ്യം ലോകത്തിന് കൊടുത്തപ്പോ ക്രിസ്തു ഏകജാതനായിരുന്നു. കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ സ്വർഗത്തിലെ ദൈവം ക്രിസ്തുവിലൂടെ അനേകം മക്കളെ കണ്ടു. അവരെല്ലാം ക്രിസ്തുവിന് സഹോദരങ്ങളായി. അവരാണ് വീണ്ടും ജനിച്ച നമ്മൾ ഓരോരുത്തരും. ദൈവത്തിന്റെ വചനം വീണ്ടും പറയുന്നു, അങ്ങനെ ക്രിസ്തുവിന് നമ്മൾ സഹോദരങ്ങളായപ്പോ ക്രിസ്തു ആദ്യജാതനായി. ദൈവത്തിന്റെ വചനം പറയുന്നു, ഈ പുത്രനെ വീണ്ടും ഭൂമിയിലേക്ക് വീണ്ടും അയക്കുമ്പോ ഏകജാതനെ അയക്കുന്നു എന്നല്ല പറയണേ, ആദ്യജാതനെ അയക്കുന്നു. മനസ്സിലായോ? ആദ്യജാതനെ അയക്കുന്നു. അതാണ് ഹെബ്രായർ 1:6 ദൈവത്തിന്റെ വചനം വളരെ വ്യക്തതയോടെ റോമ 8:29 പറയുന്നത് ഒന്ന് റീകൺഫേം ചെയ്യുകയാണ്. അവിടെ 1:6 പറയുന്നു, ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ. അപ്പൊ നേരത്തെ ഒരു പ്രാവശ്യം പ്രവേശിപ്പിച്ചായിരുന്നു. എങ്ങനെ? ഏകജാതനായി. ഇപ്പോ രണ്ടാമത് പ്രവേശിപ്പിക്കുമ്പോ ഏകജാതനല്ല, ആദ്യജാതനെ. ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം എന്ന് സ്വർഗത്തിലെ ദൈവം ആർലിം ചെയ്യുന്നു. ഇതാണ് അപ്പൻ മക്കളെ ബഹുമാനിക്കുന്നത്. മനസ്സിലായോ? ഇതേപോലെ മോനെ ക്രിസ്തുവിൽ നിന്നെയും ബഹുമാനിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അനുസരിച്ച് ദൈവത്തോട് കൂടെ ക്രിസ്തുവോട് ചേർന്ന് നാം ക്രിസ്തുവെ അനുഗമിച്ച് ക്രിസ്തുവിന്റെ പൂർണ്ണതയിലേക്ക് നാം കടന്നു വരുന്നുവെങ്കിൽ ഞാനും നിങ്ങളും ആ ദൈവ ഇഷ്ടത്തിൽ ജയം പ്രാപിക്കും, അവകാശത്തിലേക്ക് കടന്നു പോരുവാൻ ഇടയാകും. കണ്ടോ? ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം സഭ മുഖാന്തരം വെളിപ്പെടുന്നത് കണ്ടോ? ഇത് കാണുമ്പോ ഇത് സ്വർഗീയവാസികള് ഇതിനുവേണ്ടി കാത്തിരിക്കുക ഇതൊന്ന് കാണാൻ. പക്ഷെ അറിവില്ലാത്ത നമ്മുടെ സഹോദരങ്ങളും പിശാചും അവന്റെ മക്കളായ കളകളും ഇത് കാണുമ്പോൾ എതിർക്കും. ദുരുപദേശം. അവർ ഈ ക്യാപ്പ് എങ്ങനെയെങ്കിലും മുറുക്കി അടയ്ക്കാൻ നോക്കും.
ഇതിൽ നിന്ന് അല്പം പോലും വെള്ളം പുറത്തു വരാതിരിക്കത്തക്ക വണ്ണം, ദൈവ ഇഷ്ടം അല്പം പോലും നമ്മളിലൂടെ പുറത്തിറങ്ങാതിരിക്കാൻ തക്ക വണ്ണം അവരിതാ സമരം എടുത്തുകൊണ്ടിരിക്കുക. ഒരു കാര്യവും ഇല്ല, ദൈവത്തിന്റെ ഇഷ്ടമോ സാധിക്കുകയും ചെയ്യും. എന്തെല്ലാം born of God will overcome the world. എന്തെല്ലാം ദൈവത്തിന് ജനിക്കുന്നുവോ അതെല്ലാം ലോകത്തെ ജയിച്ചിരിക്കും. So dear brothers, so what Pastor is saying is that God has sent Jesus into this world. God has sent His Son Jesus into this world 2 times. The first time He sent Him, it was Word became flesh, and Jesus was the only begotten Son of God. That is this is in John chapter 3 verse 16. It says, "For God so loved the world that He gave His only begotten Son, that whoever believes in Him shall not perish but have eternal life." And the second time he sent Him, that is in Jesus, through the children of God believing in Jesus and doing the will of the Father, Jesus gets many brothers, and Jesus becomes the firstborn of many who are conformed to the image of Jesus. And as a result, Jesus becomes the firstborn, and this second time He enters, it is described in Hebrews chapter 1 verse 6, where it says, "And when He again," that is second time, brings the Son firstborn into the world, He says, "And let all the angels of God worship Him." So what Pastor is saying is, there are like Jesus is entered two times. First time as the Son, only begotten Son of God, and second time as the firstborn of God, and various blocks will try to block this doctrine from being revealed into this world. Amen. ഇതാണ് ദൈവം മുൻ നിയമിച്ചിരിക്കുന്നത്, തന്റെ അനാദി നിർണയത്തിൽ മുൻ നിർണയിച്ചിട്ടില്ലേ? അതാണ് റോമ 8:29 നമ്മൾ വായിക്കുന്നത്. ദൈവം മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ. അപ്പൊ പുത്രൻ എന്നെ ഉണ്ടാവും, ഏകജാതന് അനേക സഹോദരന്മാരുണ്ടാവും. അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് ആയിട്ടാണ് ഇവിടുന്ന് പോയത്. മനസ്സിലായോ? കാൽവറിക്കുറിച്ചിൽ മക്കളെ ജനിപ്പിച്ച് ആയിട്ടാണ് ഇവിടുന്ന് പോയത്. ആകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ഇതെല്ലാം ക്രിസ്തുവിലുള്ള അനാദി നിർണയത്തിലെ പദ്ധതികളാണ് മക്കളെ. കാൽമിനി, എത്ര വലിയ സ്നേഹമാ ദൈവം നമ്മളെ സ്നേഹിക്കുന്നേ! ഇത്ര വലിയ സ്നേഹം! താൻ കണ്ണ് കാണാത്തത്, ചെവി കേൾക്കാത്തത്, ഹൃദയം നിരൂപിക്കാത്തത് സർവമുഖാന്തരം തന്റെ ആത്മാവിനാൽ ഇതാ വെളിപ്പെടുത്തി നിൽക്കുകയാണ്. സ്വർഗീയ വ്യൂഹം അതൊരു സിനിമ കാണുന്നത് പോലെ സഭയെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ! എന്റെ മക്കളെ, അത് എന്നിലും നിങ്ങളിലും കാണണ്ടേ? ഹല്ലേലൂയ! നമ്മൾ ദൈവത്തെ വെളിപ്പെടുത്തുകയാണ്. ക്രിസ്തു എങ്ങനെ ദൈവത്തെ വെളിപ്പെടുത്തിയോ, ദൈവത്തിന്റെ പദ്ധതികളെ വെളിപ്പെടുത്തിയോ, ദൈവത്തിന്റെ പ്രവൃത്തികളെ വെളിപ്പെടുത്തിയോ, നമ്മളിലൂടെ ഇതൊക്കെ വെളിപ്പെടണം ഭൂമിയിലേക്ക്. അങ്ങനെ സ്വർഗവും ഭൂമിയും ഒരുമിച്ച് നമ്മളിലൂടെ ദൈവത്തിന്റെ പദ്ധതിയെ, ദൈവത്തെ കാണണം. ഇമ്മാനുവൽ, ദൈവം മനുഷ്യരോട്. Dear brothers, Romans chapter 8 verse 29, here it says, "For those whom He foreknew, He also predestined to be conformed to the image of His Son, so that He would be firstborn among many brethren." So God wants Jesus to be firstborn among many brethren, and in order for that, God wants us to be conformed to the image of His Son Jesus Christ, so that He would be firstborn among many brethren. So dear brothers, this is the purpose of eternal purpose of God in Christ Jesus Christ, and we should be able to reveal this to many people. We should be able to reveal God into this world, just like Jesus revealed His God into this world, by being conformed to the image of His Son. തൊട്ട് താഴെ പറയാണ്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം എന്നിട്ട് പറയാനാണ്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ. അപ്പോ സ്വന്തം പുത്രനെ ആദരിച്ചില്ല, നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നു. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും മറുവിലയാണ് സ്വന്തം പുത്രൻ. ആ സ്വന്തം പുത്രനാണ് വിത്ത്. മനസ്സിലായോ? പലർക്കും ഒരു ചിന്തയുണ്ട്, നമ്മൾ യേശുവിനെ പോലെ അല്ല എന്ന്. യേശുവാണ് വിത്ത്. വിത്ത് മരിക്കണം, അതുകൊണ്ടാണ് താഴെ എഴുതിയിരിക്കുന്നത്. ഇതാ അതിന്റെ 34-ാം വാക്യം അവരെഴുതിയിരിക്കുകയാണ്, ക്രിസ്തയേശു മരിച്ചവൻ നമുക്ക് ഏൽപ്പിച്ചു തന്നപ്പോ, ക്രിസ്തയേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. ആ വിത്ത് മരിച്ചു.
നിങ്ങളൊരു കൃഷിക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നിങ്ങളൊരു നെല്ല് നെല്ല് വിത്തില്ലേ, അതിനെ കൊണ്ട് പാടത്തേക്ക് എറിയുമ്പോ അതിനെ ചാകാൻ വിടുകയാ. ചത്ത് കഴിഞ്ഞാൽ വളരെ ഫലം ഉണ്ടാവും, അനേകം നെല്ല് കിട്ടും അതിൽ നിന്ന്. ഇതേപോലെ സ്വർഗത്തിലെ ദൈവത്തിന് ഒരേ ഒരു മകനേ ഉള്ളൂ, ഒരേ ഒരു മകൻ. അതായിരുന്നു ദൈവത്തിന്റെ വിത്ത്. ആ വിത്തിനെ ആദരിക്കാതെ കൊല്ലാനിട്ട് തന്നു. കാരണം നമ്മളെ അതിൽ നിന്ന് മുളപ്പിക്കാൻ അനേക ദൈവപുത്രന്മാരെ, ക്രിസ്ത്യാനിരൂപന്മാരെ. മനസ്സിലായോ? നെല്ല് വിതച്ചാൽ നെല്ല് കിട്ടും മടക്കി, ഗോതമ്പ് വിതച്ചാൽ ഗോതമ്പ് കിട്ടും മടക്കി. ദൈവപുത്രനെ വിതച്ചാൽ മടക്കി ദൈവപുത്രനെ കിട്ടുമെന്നുള്ള ജ്ഞാനം ആർക്കുണ്ട്? സ്വർഗസ്ഥ പിതാവിനുണ്ട്. തന്റെ ഒരേ ഒരു വിത്തായ തന്റെ ഏകജാതനെ വിതച്ചു, അനേകം മക്കളെ കൊയ്തു. ഏകജാതന ആദ്യജാതനായി ഉയർത്തെഴുന്നേറ്റു. ആദ്യജാതനോട് ചേർന്ന് അനേക ക്രിസ്തുവെ പോലെയുള്ള മക്കളെയാണ് ദൈവം ആഗ്രഹിക്കുന്നത് തന്റെ കുടുംബത്തിലേക്ക്. ഇതാണ് ദൈവത്തിന്റെ അനാദി നിർണയം. ഈ മക്കൾ വേണം, ഈ കുടുംബം വേണം ഇനി ദൈവത്തിന്റെ സകല പ്രോപ്പർട്ടിയും വാഴാൻ. ഇതാണ് ദൈവത്തിന്റെ പദ്ധതി. ഇത് തിരിച്ചറിയേ. അതുകൊണ്ട് യേശു പറഞ്ഞേ, ചെറിയാട്ടുകൊണ്ടമേ ഭയപ്പെടേണ്ട, കിങ്ഡം ഭരണം നിങ്ങളെ തരുവാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. സ്വന്തം പുത്രനെ ആദരിക്കാതെ വിതച്ചെങ്കിൽ ഇതാ അതിലൂടെ അനേക പുത്രന്മാരായി നമ്മൾ എഴുന്നേൽക്കാൻ, മനുഷ്യപുത്രന്മാർ ദൈവപുത്രന്മാരായി തീരുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഇതാണ് ദൈവത്തിന്റെ പദ്ധതി. ഈ പദ്ധതി വെളിപ്പെടുമ്പോൾ ക്യാപ്പിട്ട് അടയ്ക്കാൻ വരരുത്. ട്രെയിൻ പോകുമ്പോൾ പൂച്ച കയറി വട്ടം നിന്ന് സ്റ്റോപ്പ് എന്ന് പറയരുത്. ട്രെയിൻ കയറിപ്പോകും, നീ അരഞ്ഞു പോകും. So dear brothers, if you read further below in the verses, it says, if God is for us, who is against us? So there may be many who would be saying that, how can we with all our defects will become sons of God? And in order for that, what God did is God sowed his only son, Jesus Christ, into this world. For he did not spare his son, but delivered him over for us all. How will he not also with him freely give us all things? So Jesus is the seed that God sowed into this world, and the seed died, as is written in verse 34. Christ Jesus is who he died, yes, rather who was raised, who is at the right hand of God. So God sowed his only son, and this only son died, so that from that seed many sons can come up through in Christ Jesus, and this many, and God can harvest many sons through his only son Jesus. And so this is the eternal purpose of God, to transform sons of men into sons of God. And no one no one should be a cap on the bottle to prevent this will of God from being revealed into this world. So remember, brothers, go ahead. If you are a farmer, you would be very familiar with this. If you are a farmer, if you are sowing one seed, from that one seed you would be able to get many grains. So similarly, God too had that wisdom, that by sowing his one son, he was able to reap many sons. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു പിക്ചർ കാണാം. ഞാൻ ഓൾറെഡി കാണിച്ചു തന്ന ആ ബോട്ടിലിന്റെ ആ പിക്ചറാണ്. ഇതാ ഈ ബോട്ടില് ഇപ്പൊ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, സ്വർഗത്തിലെ ദൈവം ഇതാ ദൈവപുത്രന്മാരായി വിളിക്കപ്പെട്ട മനുഷ്യരായ നമ്മളിലൂടെ, അത് അവരാണ് സഭയിലുള്ളത്, ആ സഭയിലൂടെ ദൈവം ഇതാ വെളിപ്പെടുകയാണ്. നമ്മളിലൂടെ ഭൂമിയിലേക്ക് തന്റെ ചിന്തകളെ വെളിപ്പെടുത്തുകയാണ്. ചിന്തകളെ വെളിപ്പെടുത്തുമ്പോ ഇതാ പിശാച് മനുഷ്യരെ അവരുടെ സ്വയത്തിലേക്ക് നയിച്ചിട്ട് ഡിനോമിനേഷൻ സംഘടനകളും ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ടാക്കി അവരുടെ ചിന്ത കൊണ്ട് ദൈവത്തിന്റെ ആ പരിജ്ഞാനത്തെ അടച്ചു കളയുകയാണ്. ഇതാണ് 2 Corinthians 11:3-5 വരെ പറയുന്നത്. ഞങ്ങളുടെ പോരാട്ടം മനുഷ്യരോടല്ല, ജഡരക്തങ്ങളോടല്ല, പകരം വാഴ്ചകളോടും അധികാരങ്ങളോടും ഒക്കെയാണ്, പിശാചിനോടും അവന്റെ സകല സൈന്യത്തോടുമാണ്. എന്നിട്ട് അവിടെ പറയുകയാണ്, അവരെന്ത് ചെയ്യും? അവര് ഞങ്ങളുടെ ചിന്താമണ്ഡലങ്ങളെ ബ്ലോക്ക് ചെയ്യും. അങ്ങനെ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിപരീതമായി ഞങ്ങളുടെ ചിന്തകളിൽ വരുന്ന കോട്ടകളെ ഒക്കെ ഇടിച്ചു കളയാം. അതാണ് ഈ ഓരോ ഡിനോമിനേഷന്റെയും ടീച്ചിങ്. ദൈവവചനപ്രകാരമല്ലാത്ത
പല പല ടീച്ചിങ് വെച്ചുകൊണ്ട് ദൈവം അങ്ങനെയാണ്, ദൈവം ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സമയം കളയുക. എപ്പോഴും മനസ്സിലാക്കുക, ദൈവത്തിന്റെ പരിജ്ഞാനം, ആ യേശു ക്രിസ്തുവിനെ നിങ്ങൾ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ചോ, നിങ്ങൾ കഴിഞ്ഞകാല ഒറിജിനലായിരിക്കണം യേശു കേട്ടോ, കഴിഞ്ഞകാല പാപങ്ങളുടെ ശിക്ഷാവിധിയിൽ നിന്ന് ദൈവം നിങ്ങളെ സൗജന്യമായി വിടുവിച്ചു. ഇനി യേശുവിനെ നോക്കി യേശുവിനോട് പഠിക്കുക. യേശു ദൈവേഷ്ടമാണ് ഈ ഭൂമിയിൽ ചെയ്തത്, അത് തന്നെ നമ്മളും നമ്മുടെ ജീവിതത്തിൽ ചെയ്ത് ക്രിസ്തുവാകുന്ന തലയോളം വളരുവാൻ ഇടയാകണം. അതുവഴി വഴിയും സത്യവും ജീവനുമായ യേശു ക്രിസ്തുവിലൂടെ സ്വർഗീയ പിതാവിന്റെ അടുക്കലേക്ക്, ആ ഭവനത്തിലേക്ക് സ്വർഗീയ പിതാവിന്റെ ക്രിസ്തുവിലുള്ള മക്കളായി നാം എത്തിച്ചേരണം. അതിന് തടസ്സമായി എന്തെങ്കിലുമൊക്കെ വരുന്നോ, അതൊക്കെ ഈ ക്യാപ്പ് അഴിച്ചു കളയുന്നത് പോലെ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിപരീതമായി പോകുന്ന എല്ലാ കോട്ടകളെയും ഇടിച്ചു കളയണം. അതാണ് ശുശ്രൂഷയിലൂടെ നടക്കുന്നത്, ഇടിച്ചു കളയുകയാണ്. അങ്ങനെ ദൈവ ഇഷ്ടം നമ്മളിൽ നിറവേറുവാൻ, നമ്മൾ ദൈവരാജ്യം അവകാശമാക്കുവാൻ, ദൈവത്തിന്റെ മക്കളായി തീരുവാൻ, ദൈവിക അവകാശത്തിലേക്ക് കടന്നു വരുവാൻ നാം ഇടയാകണം. So dear brothers, as you can see in this image shown, there is a bottle that is the will of God, and will of God is trying to be revealed into this world. But Satan, through various doctrines in various churches, has created a trap that prevents these doctrines from being revealed. So remember, brothers, as Saint Paul writes in 2 Corinthians chapter 3, that our fight is not with flesh and blood, but our weapons have the ability to destroy forts. So remember, brothers, you should not be that cap that prevents the will of God from being revealed into this world, and instead we should reveal will of God into this world, and through that we should be able to enter into the kingdom of heaven. അപ്പോ ഇപ്പോ ഇവിടെ ചെയ്യുന്നത് എന്നാന്നറിയാമോ? ഈ ക്യാപ്പ് ഊരിക്കളയുക. മനസ്സിലായോ? ഈ ദൈവ ഇഷ്ടം വെളിയിൽ ഇറങ്ങാൻ സമ്മതിക്കാത്ത ക്യാപ്പ് ഞങ്ങളുടെ ഒഴിച്ചു കഴിഞ്ഞാൽ, വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ക്യാപ്പ് ഊരിക്കളഞ്ഞ് ഇതാ ആ ദൈവ ഇഷ്ടം ലോകത്തിലേക്ക് വെളിപ്പെടുത്തുക. മനസ്സിലായോ? ഇനിയും ഇത് ക്യാപ്പ് ഇട്ട് അടയ്ക്കാൻ അനുവദിക്കരുത്. ഇതുണ്ടോ, ക്യാപ്പ് ഇതുപോലെ ഇട്ട് അടയ്ക്കാൻ അനുവദിക്കരുത്. ശ്രദ്ധിക്കുക. അപ്പൊ ഇതുമായുള്ള ബന്ധത്തില് പ്രിയ സഹോദരങ്ങളെ, ഇപ്പോ സ്ക്രീനിലേക്ക് കാണിക്കാൻ പോകുന്ന ചിത്രമാണ്. ആ ചിത്രത്തില് ത്രിയേക ദൈവത്തെ ഒരുക്കി ക്യാപ്പിട്ട് അടച്ചു. അതുകൊണ്ട് ഇന്ന് വരെയും ദൈവജനത്തിന് ദൈവ ഇഷ്ടം എന്നാ സംഭവം ഒരു ഐഡിയ ഇല്ല. അപ്പൊ ആ ക്യാപ്പ് അങ്ങ് ഊരി, ആ ക്യാപ്പ് ഇടാൻ വേണ്ടി ബൈബിളിലെ കുറെ വചനങ്ങൾ വെട്ടിക്കളഞ്ഞു. ആ ഒരു ചിത്രമാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ആ ഒരു ചിത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, കഴിഞ്ഞ സന്ദേശം ഞാൻ പറഞ്ഞതുപോലെ ഒരാളൊരു തോട്ടം വാങ്ങിച്ചു. അതിൽ നിറയെ വൃക്ഷങ്ങളാ. ആ വൃക്ഷങ്ങള് അവിടെ ഉണ്ടെങ്കിൽ ആ വീട് വെക്കാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന് ഒരു ഫാം ഹൗസ് ഉണ്ടായി. അപ്പോ അവിടെ കുറെ വൃക്ഷങ്ങൾ വെട്ടിക്കളഞ്ഞിട്ട് അവിടെ താനൊരു വീട് വെച്ചു. കാര്യം മനസ്സിലായല്ലോ? അപ്പൊ അവിടെ കുറെ കാപ്പിച്ചെടികൾ ഉണ്ടായിരുന്നു, വേറെ കുറെ മരങ്ങൾ ഉണ്ടായിരുന്നു, കുറച്ച് പ്ലാവ് ഉണ്ടായിരുന്നു. അങ്ങനെ പ്ലാവും ആഞ്ഞിലിയും അതൊക്കെ വെട്ടിയിട്ട് താൻ അവിടെ ഒരു വീട് വെച്ചു. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ആ വീടിന്റെ പേരാണ് ഈ ദൈവ ഇഷ്ടത്തിന് വിപരീതമായ കോട്ടകൾ. ഇവിടെ തൽക്കാലം നമ്മൾ ട്രിനിറ്റേറിയൻ ഹോം ഹൗസ് എന്നൊരു പേരിട്ടിട്ടുണ്ട്. ത്രിയേക വീട്. അതിപ്പോ വണ്ണസ് പെന്തക്കോസ്തോ ഏത് വേണമെങ്കിലും ആകാം. ദൈവത്തിന്റെ പരിജ്ഞാന വിപരീതമായ വീടാണ്. അപ്പൊ അതിനു വേണ്ടി ധാരാളം മരം മുറിക്കേണ്ടി വന്നു. അതായത് ധാരാളം വചനങ്ങൾ ബൈബിളിൽ നിന്ന് മുറിച്ചു മാറ്റേണ്ടി വന്നു. അതിനർത്ഥം ബൈബിളിൽ സാധനമുണ്ട്, പക്ഷെ അത് ഞങ്ങൾ വായിക്കത്തില്ല, അത് ഞങ്ങൾ പ്രസംഗിക്കത്തുമില്ല. അങ്ങനെയുള്ള വചനങ്ങളെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്.
അപ്പൊ നിങ്ങൾക്ക് സൗകര്യം പോലെ ഇതൊക്കെ പഠിക്കാം. ഈ വചനങ്ങളൊന്നും നിങ്ങളുടെ ചർച്ചകളിൽ വായിക്കാൻ സാധ്യത തീരെ ഇല്ലാത്ത വചനങ്ങളാണ്. അപ്പോ ട്രാൻസ്ലേറ്റ് ശേഷം ബാക്കിയുള്ളത്. So, dear brothers, when we are opening the cap and revealing it into the world, pouring out the will of God into this world, at that point after that, do not let this cap be placed again into that bottle and prevent. Do not let the cap be again placed on the bottle to prevent the will of God from being revealed into this world. So in this message, as we'll be coming back to the topic of this message, where we'll be focusing on various verses which are struck out from the Bible, that is no longer read much from the Bible because of the doctrine of Trinity. So in the last message, we already described an analogy that was a person who bought a plantation, and there were many trees in that plantation. There were coffee trees, there were jackfruit tree, many trees in that plantation. But at some location in that plantation, he wanted to build a farmhouse. So in order to build that farmhouse, he cut down the trees at that location. He cut down coffee trees, jackfruit trees, few other trees, and built a farmhouse. And if you look at this image, that farmhouse is we are calling it Trinitarian house. And Trinitarian house, because in order to establish this house, there were many verses which were ignored or no longer read, that is struck out from the Bible and no longer understood from the Bible. And these verses Pastor has listed out over here. Please read through these verses when you have the time in order to understand that. ചില വാക്കുകൾ നമുക്ക് വായിക്കാൻ തയ്യാറുള്ളവര് റെഡി ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ആ യെല്ലോയിൽ എഴുതിയിരിക്കുന്ന ആ 5 വചനങ്ങൾ നമുക്ക് വായിക്കാം. ശ്രദ്ധിക്കുക, ഇത് എന്തുകൊണ്ടാണ് ഇത് വായിക്കാൻ പറ്റാത്തതെന്ന് അറിയാമോ? യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രൻ എന്ന് ദൈവം സാക്ഷ്യപ്പെടുത്തിയ, യേശു തന്നെ സാക്ഷ്യപ്പെടുത്തിയ, ഗബ്രിയേൽ ദൂതൻ സാക്ഷ്യപ്പെടുത്തിയ, പിശാച് സാക്ഷ്യപ്പെടുത്തിയ, ദൈവദാസന്മാർ സാക്ഷ്യപ്പെടുത്തിയ, ഷണ്ടൻ സാക്ഷ്യപ്പെടുത്തിയ, ഫിലിപ്പോസ് സാക്ഷ്യപ്പെടുത്തിയ, അപ്പോസ്തലന്മാർ സാക്ഷ്യപ്പെടുത്തിയ ദൈവപുത്രനെ കൊണ്ടുവന്നിട്ട് അത്യുന്നതനായ ദൈവത്തിന്റെ സ്ഥാനത്തേക്ക് കയറ്റി. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് പയ്യെ അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവിനെ ഒഴിവാക്കി യേശു ക്രിസ്തുവിനെ അങ്ങ് അത്യുന്നത ദൈവമാക്കി മാറ്റി. ഇത് രണ്ടും നടക്കുന്നുണ്ട്. ചിലര് പറയും ഞങ്ങൾ ഇപ്പോഴും സ്വർഗീയ പിതാവിനെ അംഗീകരിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം. എന്നാൽ നല്ലൊരു പങ്ക് സ്വർഗീയ പിതാവിനെ പുറത്താക്കി യേശുവിനെ മാത്രമാക്കി ഇല്ല എന്ന് പറയരുത്. അതിന്റെ തെളിവാണ് സിയോൻ ഗീതാവലി എന്ന ഈ പാട്ടുപുസ്തകം. ഹല്ലേലൂയ. 12,000 പാട്ടുകളുള്ള ഈ പാട്ടുപുസ്തകത്തിൽ പിതാവിനെ കുറിച്ചുള്ള 74 പാട്ടായിപ്പോ. ഇനി കുറച്ചാൾ കഴിയുമ്പോ അത് ചുരുങ്ങി ഇല്ലാതെ ആകുമോ? പിതാക്കന്മാരെ വീട്ടിലെ ഏതെങ്കിലും മൂലയിലേക്ക് തള്ളുന്നത് പോലെ സ്വർഗീയ പിതാവിനെ മാറ്റി. അപ്പൊ 2 സ്റ്റെപ്പുകളാണ് പിശാചിന്റെ ഈ പ്രവർത്തനം. ആദ്യത്തെ ഫേസില് ദൈവപുത്രനായ ക്രിസ്തുവിനെ സ്വയമേ ജീവനില്ലാത്ത, സ്വയമേ ഒരു പ്രോപ്പർട്ടിയും ഇല്ലാത്ത അവകാശിയായ, സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയാത്ത ക്രിസ്തുവിനെ സർവത്തിന്റെ ഉടമസ്ഥനായ, എല്ലാം സ്വയമേ ചെയ്യുന്ന, താൻ മാത്രം അമർത്യതയുള്ള ആ പിതാവിന്റെ ഒപ്പത്തിനൊപ്പം കൊണ്ടുവന്നു. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഏത് വചനം വെച്ച്? ഫിലിപ്പിയ ലേഖനം 2 ദൈവത്തോടുള്ള സമത്വം എന്നും പറഞ്ഞുകൊണ്ട്. ഓക്കെ. രണ്ടാമത്തെ സ്റ്റെപ്പ് പയ്യെ പിതാവിനെ ഒഴിവാക്കിയിട്ട് യേശു മാത്രമായി. അങ്ങനെ ഈ മനുഷ്യരെ ആക്കി തീർത്തു കഴിഞ്ഞാൽ പിശാചിനുള്ള ഗുണം എന്താ? മത്തായി 7:21 തന്നെ. ഇവര് പിതാവിനെ ഒഴിവാക്കി. അവസാനം ഒറിജിനൽ യേശു പിതാവിന്റെ പേരും പറഞ്ഞ് ഇവരെ അങ്ങ് ഒഴിവാക്കി. എന്നോട് കർത്താവേ കർത്താവ് എന്ന് പറയുന്ന ഏവനുമല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്താൽ സ്വതരാജ്യത്തിൽ പ്രവേശിക്കുള്ളൂ. ഈ മനുഷ്യരൊക്കെ ചതിക്കപ്പെട്ടു എന്നുള്ള കാര്യം ഇവരറിയുന്നില്ല. പിശാച് ഇവരെ ചതിച്ചത് യഥാർത്ഥത്തിൽ. നമ്മൾ ഒരിക്കലും പ്രിയ സഹോദരങ്ങളെ ഈ ഭൂമിയിൽ ഏതെങ്കിലും ഡിനോമിനേഷൻ താല്പര്യങ്ങൾ സംരക്ഷിക്കാനല്ല വെച്ചത്. യേശു ക്രിസ്തു ചെയ്തതുപോലെ ആ പിതാവിന്റെ ഇഷ്ടം ചെയ്യുകയാണ്. ക്രിസ്തു എന്ത് കാണിച്ചു എന്നോ അത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്,
ആകയാൽ ബുദ്ധിഹീനരാകാതെ ദൈവ ഇഷ്ടം എന്നാണെന്ന് തിരിച്ചറിയുക, അത് ചെയ്യുക. So, dear brothers, for now we will be focusing on the verses that are in yellow. So, before that, so what happens in Trinitarian doctrine is this. So, in the Trinitarian doctrine, according to the will of God, the Father is the Almighty God, Most High God, and Jesus is His Son. And what the first step in Trinitarian doctrine is, they elevate Jesus and make Him equal to the Father. That they make Jesus into the Most High God, that is Almighty God, and make Him equal to the Father. So Jesus Himself has confessed that He is the Son of God. All the apostles have confessed that He is the Son of God. Paul and Paul, even the eunuch from Ethiopia in the book of Acts, even all of them confess that Jesus as the Son of God. But they make these Trinitarian doctrines, they first elevate Jesus into the position of the Most High God. Jesus Himself said that He can do nothing on His own, that he gained life because Father gave Him life, and Jesus Himself has said all of these. But they make Him equal. Even with all this, they make Him equal with the Father, who is described in the Bible as the one who alone possesses immortality, who as the Almighty one, who only person who is described in the Bible as the Almighty God. So they first step is they make Jesus as the Most High God equal to the Father, and the next step is they remove the Father Himself from the equation entirely, and because they have already placed Jesus as the Almighty God, they remove Father from the equation, God the Father from the equation entirely, and there will be some who say that we still have the Father. I praise God for them. But if most of you say that we still have the Father, let me bring up the book of Sion Gitavali as proof that you no longer give importance to the Father that He deserves, because in that book only 70 out of 2,000 songs are about the Father. So, dear brothers, this is how the Trinitarian doctrine prevents the will of God from being revealed in this world. Because once this is done, then God's intentions in Jesus' intention of revealing the will of Father in this world no longer happens. And by Matthew 7, verse 21 to 23, the people who believe in this, the innocent people who believe in this, they don't enter into eternal life. പക്ഷെ നിങ്ങൾ ചോദിക്കും, എന്താണ് ഇതിൽ ദേവദാസം കണ്ട അപകടം? എന്റെ പ്രിയ മക്കളെ, യേശു ക്രിസ്തുവിനെ, ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്ന് പിതാവിന്റെ സ്ഥാനത്ത് കൊണ്ടുവന്ന് അത്യുന്നതനായ ദൈവമാക്കിയാൽ, അതോടുകൂടെ അത്യുന്നതനായ ദൈവം ക്രിസ്തേശുവിൽ ചെയ്യുന്ന അനാദി നിർണയം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ക്യാൻസലായി. ദൈവ ഇഷ്ടം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ക്യാൻസലായി. ഇതാണ് അതിന്റെ അപകടം. ഒന്നുകൂടി പറയാം, ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു, ആ ക്രിസ്തുവിനെ പോലെയാണ് നമ്മൾ ആയിത്തീരേണ്ടത്. ആ ക്രിസ്തുവിനെ നമ്മൾ അങ്ങ് ഉയർത്തിയിട്ട് അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവിനോടൊപ്പം കൊണ്ടുവന്ന്, ഉടമസ്ഥനോട് കൂടെ കൊണ്ടുവന്ന് അവകാശിയാക്കി. തനിക്ക് സ്വന്തമായി ജീവനില്ല, സ്വർഗീയ പിതാവിന്റെ ജീവൻ വേണം തനിക്ക് കിട്ടി ജീവിക്കാൻ. ആ വ്യക്തിത്വത്തെ കൊണ്ടുവന്ന് സ്വർഗീയ പിതാവിനോട് തുല്യനാക്കി അത്യുന്നതനായ ദൈവമാക്കി കഴിഞ്ഞാൽ, ഈ അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവ് ക്രിസ്തേശുവിൽ ചെയ്യുന്ന അനാദി നിർണയം നമ്മൾ എങ്ങനെ തിരിച്ചറിയും? നമുക്ക് എങ്ങനെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാൻ കഴിയും? നമ്മൾ ദൈവത്തിൽ നിന്ന് പുറത്തുപോയി. ഇത് വ്യക്തതയോടെ മനസ്സിലാക്കുക. അതുകൊണ്ട് ദൈവവചനം ദൈവത്തിനായ ക്രിസ്തുവിന് ഏത് സ്ഥാനം കൊടുത്തിരിക്കുന്നുവോ ആ സ്ഥാനത്തിൽ കുറയ്ക്കുകയും ചെയ്യരുത്, ആ സ്ഥാനത്തിൽ നിന്ന് കൂട്ടുകയും ചെയ്യരുത്. യഹൂദന്മാരെ പോലെ യേശു ഒരു തച്ചന്റെ മകനായ മനുഷ്യൻ മാത്രമെന്ന് പറയാനായിട്ട് ഇടയാകരുത്. വീണുപോയ ക്രിസ്ത്യാനികൾ, ചതിക്കപ്പെട്ട ക്രിസ്ത്യാനികളെ പോലെ യേശു അത്യുന്നതനായ ദൈവം എന്ന് പറയാനായിട്ട് ഇടയാകരുത്. പകരം സ്വർഗസ്ഥ പിതാവ് പറയുന്നത് പോലെ, യേശു ക്രിസ്തു പറയുന്നത് പോലെ, ഗബ്രിയേൽ ദൂതൻ പറയുന്നത് പോലെ, പിശാചുക്കൾ പറയുന്നത് പോലെ, അപ്പോസ്തലന്മാർ പറഞ്ഞതുപോലെ, ആദ്യ നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർ പ്രസംഗിച്ചത് യേശു തന്നെ അത്യുന്നതനായ ദൈവമെന്നല്ല, യേശു തന്നെ മിശിഹ, ദൈവപുത്രൻ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ പറയാനിടയാകണം.
യഹൂദന്മാരെ പോലെ കുറച്ചും കളയത് യേശുവിനെ മനുഷ്യനാക്കി മാത്രം ഒതുക്കരുത്. യേശുവിനെ അത്യുന്നതനായ ദൈവമാക്കി മാറ്റരുത്. പകരം വിശുദ്ധ ബൈബിൾ പറയുന്നത് പോലെ യേശുവെ ക്രിസ്തുവായി ദൈവപുത്രനായി തന്നെ കണ്ടാൽ നമുക്കും ആ ദൈവപുത്രനോട് അനുരൂപമാകാൻ കഴിയും. യേശുവിനെ അത്യുന്നതനായ ദൈവമായി കണ്ടാൽ നമ്മൾ എങ്ങനെ അത്യുന്നതനായ ദൈവത്തോട് അനുരൂപമാകും? നമ്മൾ വീണില്ലേ? So dear brothers, now some of you may ask that how is making Jesus equal to the Most High God, equal to the Father? How does this prevent the will of God from being happening? So how that happens is, first they take Jesus, who is the Son of God, and they make him into the Most High God, and by doing that they prevent the eternal purpose of the Father, that who is the actual Most High God, eternal purpose of the Father, which is carried out in Christ Jesus, in our Lord Jesus, from happening. Remember that Lord Jesus is the Son of God. Jesus is the eternal Father. Jesus, angel Gabriel, even demons, even demons, and also the apostles and religious believers, all everyone in the first century confessed Jesus as the Son of God. And God's eternal purpose is that we be conformed to the image of this Son of God, so that we too become sons of God. So by elevating this Jesus from the Son of God into the Almighty God, into the Most High God, this eternal purpose of God gets cancelled out, and in that way people don't enter into the kingdom of God. So dear brothers, always remember to give Jesus the exact respect that he deserves. Don't make him into a son of a carpenter or son of a smith, just a human son of a carpenter or son of a smith like the Jews, and don't make him into the Almighty God like the Trinitarians are doing. ഓക്കെ, കാര്യം പിടുത്തം കിട്ടിയെന്ന് മനസ്സിലായി. പിടുത്തം കിട്ടിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സിമ്പിളാണ്. യേശുവിനെ അന്നത്തെ യഹൂദന്മാർ അംഗീകരിക്കാതെ ഒരു തച്ചന്റെ മകൻ മാത്രമാക്കി, മനുഷ്യൻ മാത്രമാക്കിയതുപോലെ നമ്മളാക്കരുത്. അറിവില്ലാത്ത നമ്മുടെ ക്രിസ്തീയ സഹോദരങ്ങൾ പിശാചിനാൽ വീണ് യേശുവിനെ പിടിച്ച അത്യുന്നതനായ ദൈവമാക്കിയതുപോലെ, അതിനുവേണ്ടി ട്രിനിറ്റി ഉണ്ടാക്കിയെടുത്തതുപോലെ ആകരുത്. പകരം ആദ്യകാല അപ്പസ്തലന്മാർ പ്രസംഗിച്ചത് മുഴുവൻ ഈ യേശു തന്നെ ക്രിസ്തു, ഈ യേശു തന്നെ ദൈവപുത്രൻ എന്ന് എല്ലാവരും അറിയണമെന്ന് പറഞ്ഞ പോലെ ആ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുക. ബൈബിളിൽ നിന്ന് മുകളിലേക്കും പോകരുത്, താഴേക്കും പോകരുതെന്ന് പ്രത്യേകം ഓർപ്പിക്കുക. ഇനി എപ്പോഴും മനസ്സിലാക്കുക, നമുക്ക് ഓരോ വചനങ്ങൾ വായിച്ച് എഫെസ്യർ 1:3, 1:17 നമ്മൾ വായിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് ഇത് ട്രാൻസ്ലേഷൻ ഫിനിഷ് ചെയ്തോട്ടെ. So dear brothers, we should always be careful to place Jesus at the exact portion that the Bible says. Do not lower his portion like the Jews did and make him into a just human son of a smith, and do not elevate his portion more than what Bible says like the Trinitarians do, and elevate him into the Most High God. Instead, as all the believers, as God the Father and Jesus have all confessed, and all the believers have confessed in the first century, we must place Jesus as the Son of God, the Messiah, the promised Messiah, and we should be able to place Jesus exactly at the place that the Bible wants us to place, without turning to the left or to the right. And after this, we will be reading Ephesians chapter 1, verse 3 and 17. 1 verse 3 വായിച്ചാട്ടെ. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. ശ്രദ്ധിച്ചാട്ടെ, അവിടെ എഴുതിയിരിക്കുകയാണ്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്ന ആരാ? യേശു ക്രിസ്തു അല്ല. യേശു ക്രിസ്തുവിന്റെ മുകളിൽ ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ് യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ. യേശു ക്രിസ്തുവിനെ ഓൾമൈറ്റി ഗോഡിലേക്ക് ഉയർത്തിയവർക്ക് ഈ വചനം വായിക്കാൻ പറ്റില്ല. കാരണം യേശു ക്രിസ്തുവിന്റെ മുകളിൽ, യേശു തീർച്ചയായും ദൈവമാണ്, ദൈവപുത്രനായ ക്രിസ്തു ദൈവമാണ്. കാരണം മനുഷ്യനൊരു കുഞ്ഞ് ജനിച്ചാൽ മനുഷ്യൻ തന്നെയാണ്, സിംഹത്തിനൊരു കുഞ്ഞ് ജനിച്ചാൽ സിംഹം തന്നെയാണ്, ദൈവത്തിന് മകൻ ജനിച്ചാൽ അത് ദൈവം തന്നെയാണ്. ആ മകന്റെ പേരാണ് വചനം. എന്നാൽ ആ മകന്റെ മുകളിലുള്ള ദൈവമാണ് സ്വർഗീയ പിതാവ്.
ഇതുകൊണ്ടാണ് അവിടെ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. ഇനി അതിന്റെ 17 വായിച്ച്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ. ശ്രദ്ധിച്ച്, അവിടെ കാണാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവം. അപ്പൊ യേശുവിന്റെ മുകളിൽ ഒരു ദൈവമുണ്ട്. അത് യേശുവിന്റെ പിതാവുമാണ്, നമ്മളുടെ പിതാവുമാണ്. അതാണ് സ്വർഗസ്ഥ പിതാവ്, അത്യുന്നതനായ ദൈവം. ഇത് സഭകളിൽ വായിക്കാൻ പറ്റത്തില്ല. കാരണം ട്രിനിറ്റേറിയൻകാർക്ക് അല്ല എങ്കിൽ ഇതാ സ്വർഗസ്ഥ പിതാവിനെ ഒഴിവാക്കുവാൻ, അതായത് യേശു ക്രിസ്തുവിനെ കൊണ്ടുവന്ന് സ്വർഗസ്ഥ പിതാവാക്കിയവർക്ക്, അത്യുന്നതനായ ദൈവമാക്കിയവർക്ക് ഇത് വായിക്കാൻ പറ്റില്ല. കാരണം യേശു ക്രിസ്തുവിന്റെ മുകളിൽ മറ്റൊരു ദൈവം. അടുത്തത് 2 കൊരിന്ത്യർ 1:3. മനസ്സലിവുള്ള പിതാവും സർവ്വ ആശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവം. അപ്പൊ യേശു ക്രിസ്തുവിന്റെ മുകളിൽ ഒരു ദൈവമുണ്ട്. യേശു ക്രിസ്തു ദൈവമാണ്, എന്നാൽ യേശു ക്രിസ്തുവിന്റെ മുകളിൽ ഒരു ദൈവമുണ്ട്. ഇനി 1 പത്രോസ് 1:3 ഇതും വായിക്കാൻ പറ്റില്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അപ്പൊ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ഒരു പിതാവുണ്ട്. യേശു ക്രിസ്തുവിന്റെ പിതാവാണ് യേശു ക്രിസ്തുവിന്റെ ദൈവം. അപ്പൊ യേശു ക്രിസ്തു ദൈവം തന്നെയാണോ? തീർച്ചയായും. അതുകൊണ്ടാണ് എബ്രായർ 1:9 യേശുവിനെ പിതാവ് വിളിക്കുന്നത്, ക്രിസ്തുവിനെ പിതാവ് വിളിക്കുന്നത്. ദൈവമേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് താഴേക്ക് വരുന്ന ഭാഗമാണ്. വായിച്ചു. ദൈവമേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. അപ്പൊ ആരോടാ പറയുന്നത്? പുത്രനോടാണ് പറയുന്നത്. പുത്രനോട് പറയാണ്, ദൈവമേ നിന്റെ ദൈവം. അപ്പൊ പുത്രൻ എന്ന ദൈവത്തിന്റെ മുകളിൽ ആരുണ്ട്? ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ് സ്വർഗസ്ഥ പിതാവ്, അത്യുന്നതനായ ദൈവം. ആ അത്യുന്നതനായ ദൈവത്തിന്റെ മുകളിൽ വേറൊരു ദൈവം ഇല്ല. മനസ്സിലായോ? ദൈവങ്ങളുടെ മുകളിലുള്ള ദൈവമാണ് സ്വർഗസ്ഥ പിതാവ്, യഹോവയാം ദൈവം. യേശു ക്രിസ്തുവിന് ദൈവമുണ്ട്, യേശു ക്രിസ്തുവിന് പിതാവുമുണ്ട്. ആ ദൈവം തന്നെയാണ് നമ്മുടെയും ദൈവവും പിതാവും. അതാണ് യോഹന്നാൻ 20:17. സഭയിൽ വായിക്കാൻ പറ്റത്തില്ല ഈ വചനം. യേശു അവളോട്, എന്നെ തൊടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയില്ല. എങ്കിലും നീ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവന്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറയുക എന്ന് പറഞ്ഞു. അപ്പോ വളരെ ക്ലിയർ ആയിട്ടാണ് ഇവിടെ യേശു ക്രിസ്തു ഉയർത്തെഴുന്നതിന് ശേഷം മഗ്ദലക്കാരത്തി മറിയത്തോട് പറയുന്നത്, ഞാനിപ്പോ പിതാവിനെ കാണാൻ പോവുകയാണ്, എന്നെ തൊടരുത്. ഏത് പിതാവ്? എന്റെ പിതാവും നിങ്ങളുടെ പിതാവും, എന്റെ ദൈവവും നിങ്ങളുടെ ദൈവം. അപ്പൊ യേശു ക്രിസ്തുവിന് ആരുണ്ട്? ഇത്രയും നേരം ബൈബിള് പറഞ്ഞതുപോലെ യേശു ക്രിസ്തുവിന് ദൈവം ഉണ്ടെന്ന് ആരാ പറയണേ? യേശു തന്നെയാ പറയണേ, എന്റെ ദൈവവും. ഇത് ഉയർത്തെഴുന്നേറ്റ് തേജസ്കരിക്കപ്പെട്ട യേശുവാണ് ഈ പറയുന്നത്. ഓർമ്മ വേണം. അതായത് ഭൂമിയിൽ ജഡത്തിൽ വന്ന ആളല്ല. എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവും, എന്റെ പിതാവും നിങ്ങളുടെ പിതാവുമായതിന്റെ അടുക്കിലേക്ക് ഞാൻ കയറിപ്പോകും. ഇതും സഭകളിൽ വായിക്കാൻ പറ്റത്തില്ല. കാരണം ത്രിയേക ഡോക്ടറിനെ സ്ഥാപിക്കാൻ ഈ വചനങ്ങളൊക്കെ ബൈബിളിൽ ഇതൊക്കെ ഉണ്ടെങ്കിലും ഇത് വെട്ടിക്കളഞ്ഞ രീതിയിലാണ് ഇന്ന് ജീവിതം. അപ്പോ ഇത്രയും പറഞ്ഞതിന്റെ ട്രാൻസ്ലേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തതിലേക്ക് ചിന്തിക്കാം. So, dear brothers, let us go through a few verses which, because of the doctrine of Trinity, they are not able to, even though it is in the Bible, they are not able to really read and understand in the churches. So let's start with Ephesians chapter 1, verse 3 and verse 17. Verse 3, let me read it. Blessed be the God and Father of our Lord Jesus Christ, who has blessed us with every spiritual blessing in the heavenly places in Christ. So you can see the person who has blessed us is God and Father of our Lord Jesus Christ. So here it shows that Jesus, our Lord Jesus Christ, has a God and Father. And according to the doctrine of the Trinity, this is not possible. It is not possible for Jesus to have a God, because Jesus is the Most High God. But here we can see that Jesus himself has a God above him, and that is the Father, and that is God Jehovah. And we can see that and there is no God above God the Father, but there is a God above our Lord Jesus. So there is no God above God the Father, that is God Jehovah, but there is a God above our Lord Jesus. And because of this, due to the doctrine of Trinity, they are not able to read this. And again in verse 17 it says, the God of our Lord Jesus Christ, the Father of glory, may give you the spirit of wisdom and revelation in the knowledge of him.
So we can see there is Jesus Christ as a God, and he has a father, and that father is our father as well. And this is in Ephesians 1, chapter 1, verse 17. And we read this again in 2 Corinthians chapter 1, verse 3. Praise be to the God and Father of our Lord Jesus Christ, the Father of compassion and the God of all comfort. So here again, it says that God and Father of our Lord Jesus Christ. So it again shows that our Lord Jesus Christ as a God and as a God above him. That is a God and Father. That is God the Father. And again, we see in 1 Peter chapter 1, blessed be the God and Father of our Lord Jesus Christ. So again, in 1 Peter chapter 1, we see that our Lord Jesus Christ has a God. And because of the doctrine of Trinity, where Jesus Christ is made into the Most High God, they are not able to read any of these verses. Even though it is in the Bible, they don't really focus on any of these verses in the church. So now you may ask, isn't Jesus God? Yes, Jesus himself is God, but he has a God above him. Jesus is the Son of God, and just like as a human, my son will be a human. My son will be a human. God's son, Jesus, is also God. But Jesus himself has a God above him, and we can see this more clearly in Hebrews chapter 1, verse 19, verse 9, where it says, you have loved righteousness and hated lawlessness. This is being said to Jesus. You have loved righteousness and hated lawlessness. Therefore, God, your God, has anointed you with the oil of gladness of your companions. So you can see that Jesus himself has a God above him. And again, we see this again in John chapter 20, verse 17. We see this from Jesus' own words, his own mouth. This is after Jesus has resurrected, that is, Jesus has been glorified. And this is John chapter 20, verse 19, where Jesus is speaking to Mary Magdalene. And it says, do not hold on to me, for I have not yet ascended to the Father. Go instead to my brothers and tell them, I am ascending to my Father and your Father, to my God and your God. So Jesus describes the Father as his Father and our Father, his God and our God. സഹോദരങ്ങളെ, സമയത്തിന്റെ കുറവുപോലെ പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യട്ടെ. ഇപ്പൊ നിങ്ങൾ പലരും ചിന്തിക്കും, അപ്പോ ഇയാൾക്ക് 2 ഗോഡുണ്ടോ എന്ന്. ശ്രദ്ധിക്കുക, ഇയാളുടെ വിഷയം വിടും, ബൈബിളിലേക്ക് നമുക്ക് പോകാം. ബൈബിൾ പറയുന്നു, ദൈവങ്ങൾ എന്ന് പറയുന്ന അനേകരുണ്ട്. എല്ലാ ദൈവപുത്രന്മാരെയും ദൈവങ്ങളാണ്, ഏലോഹിം എന്നാണ് വിളിക്കുന്നത്. ദൈവത്തിന്റെ ഭരണഘടനയിലെ എല്ലാ തലവന്മാരെയും ദൈവങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 8-ാം അധ്യായം 5-6 ഭാഗത്ത്, ഇതാ എല്ലാ സ്ക്രീനിൽ തന്നെ ഉണ്ട് കേട്ടോ, 5-6 ഭാഗത്ത് പറയുന്നത്, ദൈവങ്ങൾ എന്ന് പറയുന്നവർ അനേകരുണ്ട്, എന്നാൽ ഇവരുടെ എല്ലാ നടുവിൽ പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. ആരായി? അത്യുന്നതനായ ദൈവവുമായി. ദൈവങ്ങൾ എന്ന് പറയുന്നവർ അനേകരുണ്ട്, ദൈവപുത്രന്മാരെല്ലാം ദൈവങ്ങൾ അവയിൽ വിളിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഇവരുടെ എല്ലാ നടുവിൽ പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ എന്ന് ഞാനല്ല പറയണേ, വിശുദ്ധ ബൈബിളാണ് പറയുന്നത്. വായിച്ചാണ്. എന്നാൽ ആകാശത്തിലോ ഭൂമിയിലോ ദൈവങ്ങൾ എന്ന് പേരുള്ളവർ ഉണ്ടെന്ന് വരികിലും പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. ഇത് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ പിന്നെ എന്തിനായി ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞാൽ ബൈബിൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ? ഇനി എഫേസ്യയിലെ 4:6 പറയുന്നു, ഇതാ ആ പിതാവായ ദൈവമാണ് സർവത്തിന്റെയും മുകളിലുള്ള, ക്രിസ്തുവിന്റെ മുകളിലുള്ള, നമ്മളുടെ മുകളിലുള്ള, എല്ലാറ്റിന്റെയും മുകളിലുള്ള, സഭയുടെ മുകളിലുള്ള ദൈവം. വായിക്കാം. എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. ഇത് തന്നെയാണ് യോഹന്നാൻ 17:3 സാക്ഷാൽ യേശു ക്രിസ്തു നേരിട്ട് പറയുന്നത്, ഏകസത്യദൈവമായ നിന്നെയും, അതായത് സ്വർഗീയ പിതാവിനെയും അങ്ങ് അയച്ച എന്നെയും യേശു ക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. അപ്പൊ യേശു ക്രിസ്തുവിന്റെ ഹൃദയം നിറഞ്ഞു കവിയുന്ന അതിനെ സംസാരിക്കുന്നത്. അപ്പോ യേശു ക്രിസ്തു എന്താണോ തനിക്ക് മനസ്സിലായിരിക്കുന്നത്, എന്താണോ താൻ വിശ്വസിക്കുന്നത്, താൻ അറിഞ്ഞത്, അത് ആ സ്ഥിതിയിൽ യേശു ക്രിസ്തു വിളിച്ചു പറയാം, യേശു നമ്മുടെ വിശ്വാസത്തിന്റെ നായകൻ. ആ വചനം ഒന്ന് വായിച്ചേ. ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. അപ്പോ യേശു ക്രിസ്തു നുണ പറയുമ്പോ, യേശു ക്രിസ്തു നുണ പറഞ്ഞില്ല എങ്കിൽ എന്റെ വിശ്വാസം സത്യമാണ്. ഹല്ലേലൂയ. ഏക സത്യദൈവമായ അങ്ങേയും അങ്ങ് അയച്ച യേശു ക്രിസ്തുവിനെയും
അറിയുന്നതാണ് നിത്യജീവൻ. ഇനി ഇവരെ ആരെയും വിശ്വസിക്കാൻ കഴിയത്തില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പിശാചിനെങ്കിലും വിശ്വസിക്കുക. പിശാച് പറയുകയാണ്, ജെയിംസ് 2:19, പിശാച് പറയാണ്, പിശാചിനെ കുറിച്ച് ദൈവവചനം പറയുകയാണ്, പിശാചിന്റെ വിശ്വാസം എന്നാന്നറിയാമോ? ദൈവം ഏകനാണ്. ത്രിയേകനെന്നല്ല യേശുവിന്റെ വിശ്വാസം. ദൈവം ത്രിയേകനെന്നല്ല, ഏകനാണ്. ഏകസത്യദൈവമായി അംഗീകരിക്കും. അത് തന്നെയാ പിശാചും വിശ്വസിക്കുന്നത്. ഒന്ന് വായിച്ചേ. ദൈവം ഏകൻ എന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം, പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. അപ്പോ ഇവിടെ ദൈവവചനം പറയാണ്, ദൈവ ഏകനെന്ന് നീ മനുഷ്യ നീ വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ പറയും, ഇല്ലല്ലോ ഞങ്ങൾ വിശ്വസിക്കുന്നില്ലോ, ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ത്രിയേകനെന്ന്. കളിയാക്കി പറയുക, പിശാച് പോലും ദൈവം ഏകനെന്നാ വിശ്വസിക്കുന്നത്. നീയാണോ ദൈവം ത്രിയേകനെന്ന് വിശ്വസിക്കുന്നത്? ദൈവം ഏകനെന്ന് വിശ്വസിക്കുക മാത്രമല്ല, ദൈവം പിശാച് വറയ്ക്കുക കൂടി ചെയ്യുന്ന ദൈവത്തിന്റെ മുമ്പിൽ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ വചനങ്ങളുടെ വ്യക്തമായിട്ട് തിരിച്ചറിയുക. ഇതൊന്നും സഭകളിൽ വായിക്കാൻ പറ്റത്തില്ല. ഇത് ബാക്കിയുള്ള വചനങ്ങളുണ്ട്, അത് നിങ്ങൾ വീട്ടിൽ തന്നെ വായിക്കുക. എപ്പോഴും മനസ്സിലാക്കുക, നമ്മളെ വിളിച്ചത് 2 Thessalonians chapter 2 verse 14. അവിടെ ദൈവത്തിന്റെ വചനം പറയാണ്, നമ്മളെ വിളിച്ചത്, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, നമ്മളെ വിളിച്ചത് ക്രിസ്തുവിന്റെ തേജസ് പ്രാപിക്കാനാണ്. യേശു ഏത് ഗ്ലോറിയിലാണോ ആ ഗ്ലോറി നമ്മളും പ്രാപിക്കണം. ഇതല്ല യേശു പറഞ്ഞ, പിതാവേ ഞാൻ ഇരിക്കുന്നോടത്ത് വിൽസനും ഗ്ലോറിയും ഡാനിയും ഡോണിയും ഒക്കെ വന്നിരിക്കാൻ തക്കവണ്ണം, നീ എനിക്ക് തന്ന മഹത്വം അവര് കാണത്തക്കവണ്ണം അവരെയും കൊണ്ടുവരണം. അവരെ നീ വിളിച്ചത് എന്റെ മഹത്വം പ്രാപിക്കാനല്ലോ, ദൈവത്തനായ ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കാനാണ് നമ്മൾ ഓരോരുത്തരെയും വിളിച്ചതെന്നുള്ള കാര്യം മറന്നു പോകരുത്. ആ വചനം വായിച്ച് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. മനസ്സിലായോ? ഞെട്ടിപ്പോകരുത്. യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കാൻ വേണ്ടി പോവുക. മനസ്സിലായോ? യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കാൻ വേണ്ടി പോവുക. റെഡിയാകുക. Get ready to receive the glory of Jesus Christ, our author and finisher of faith. അതിനുവേണ്ടി റെഡിയാകുക. ഹല്ലേലൂയ. തയ്യാറാണോ? അങ്ങനെയെങ്കിൽ ഒരുക്കത്തോടെ ആ യേശുവിന്റെ തേജസ് പ്രാപിക്കാൻ, ക്രിസ്തുവോട് അനുരൂപമാകുക ഓരോ മക്കളും റെഡിയാകുക. നമുക്ക് പ്രാർത്ഥിക്കാം. Go ahead, Manil. So, dear brothers, let me read few more verses. So the verses that we read before, many people are unable to read it in the churches or understand it in the churches. So what I have to ask them is, if they are unable to read these verses, why are they calling themselves Christians? So now many of you may be asking, does this person have more two gods? So let me answer that. Dear brothers, according to the Bible, there are many who hold the title of God in this world. All the sons of God hold the title of God in this world, and we can see that in 1 Corinthians chapter 8. For even if there are so-called gods, whether in heaven or on earth, as indeed there are many gods and many lords, yet for us there is but one God. This means for us there is one most high God, the Father, for whom are all things and we exist for him, and one Lord Jesus Christ, by whom are all things and we exist through him. So remember this, brothers. Again in Ephesians chapter 4 verse 6, it says, one God and Father of all, who is over all and through all and in all. So you can see that the Father is called as the Most High God, and it is, remember that it is because Jesus knew all these things, that although there are many who hold the title of God, only God the Father is the Almighty God, the one true God. That's why Jesus says in John chapter 17 verse 3, this is eternal life, that they may know you, the only true God, and Jesus Christ, whom you have sent. I have so remember that Jesus is the leader of our faith. What Jesus is saying is what is overflowing from his heart, and we should be able to follow Jesus, and we should be able to follow Jesus and do his will. And remember that it is not just the believers who believe that Most High God is one.
even the demons believe the same thing. And we can see that in James chapter 2, verse 19, where it says, you believe that God is one, you do well. The demons also believe and shudder. So we can see that even the demons believe and shudder that God is one. So only the Trinitarians only the Trinitarians do not believe that, because they are unable to, because they make Jesus also into the Most High God. But remember, brothers, only God the Father is the Most High God. And remember, and this is important, because we have to remember that God's will to us, and only by knowing this we will be able to understand God's will. And God's will we see in 2 Thessalonians chapter 2, verse 14. It was for this he called you through our gospel, that you may gain the glory of our Lord Jesus Christ. So it is God's will that we gain the glory of our Lord Jesus Christ. This is the will of our Lord Jesus Christ himself, when he says that glory which you have given me, I have given to them, that they may be one just as we are one. So it is God's will that we receive the glory of our Lord Jesus Christ, and we should prepare ourselves to receive the glory of our Lord Jesus Christ. Amen, amen, amen. പ്രിയ ഡോക്ടറിനല്ല, മറ്റേതെങ്കിലും ഡോക്ടറിനല്ല നമ്മുടെ വിഷയം. നമ്മുടെ ജീവിതത്തിൽ എല്ലാ കണ്ണലും അടയട്ടെ. ദൈവ ഇഷ്ടത്തെ തടയുന്നത് എന്തും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുക. ദൈവം നമ്മളിലൂടെ വെളിപ്പെടുന്നത്, ക്രിസ്തു നമ്മളിലൂടെ വെളിപ്പെടുന്നത്, ക്രിസ്തുവിൻ തലയായ സ്വർഗസ്ഥ പിതാവ് നമ്മളിലൂടെ വെളിപ്പെടുന്നത്, നാം ദൈവപുത്രന്മാരായി വെളിപ്പെടുന്നത്, അതിന് തടസ്സമായി ജീവിതത്തിൽ എന്തു വന്നാലും അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയുക. ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിപരീതമായ എല്ലാ കോട്ടകൾ ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവോടുള്ള അനുസരണത്തിനായി ഒരുക്കിയെടുക്കുവാൻ നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ അന്ത്യനാളുകളിൽ ക്രിസ്തയേശുവിൽ അങ്ങ് നിവർത്തിച്ചിരിക്കുന്ന അങ്ങയുടെ അനാദി നിർണയം, ബഹുവിധമായ ജ്ഞാനം, അങ്ങയുടെ സഭയിലെ ഞങ്ങൾ മുഖാന്തരം ലോകത്തിലേക്ക് വെളിപ്പെടുകയും സ്വർഗത്തിലെ വാഴ്ചകളും അധികാരങ്ങളും സർവപ്രപഞ്ചവും അത് കാണുവാൻ കൊതിച്ചിരിക്കുന്നതിനുമായി നന്ദിയോടെ സ്തോത്രം. ഇതിനൊന്നും ഞങ്ങൾക്ക് യാതൊരു അർഹതയുമില്ല. അങ്ങയുടെ ശരീരമാകുന്ന ക്രിസ്തുവിന്റെ അവയവങ്ങളാകുന്ന ഞങ്ങളിലൂടെ തലയായ അങ്ങ് വെളിപ്പെടുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഇമ്മാനുവൽ ഫംഗ്ഷൻ, ദൈവം മനുഷ്യരോടുകൂടെ വെളിപ്പെടുന്നതിനായി നന്ദിയോടെ സ്തോത്രം. നിങ്ങളുടെ അത്ഭുതകരങ്ങളിലേക്ക് ഈ മക്കളെ ഏവരെയും ഏൽപ്പിക്കുക. ഇപ്പോൾ ഈ ശബ്ദ കാഴ്ച പ്രതിയിൽ തുടർന്നും ശ്രവിക്കുന്ന അങ്ങയുടെ എല്ലാ മക്കളെയും, ഞങ്ങളുടെ സഹോദരന്മാരെ എല്ലാവരെയും ഏൽപ്പിക്കുക. ഞങ്ങൾ അങ്ങയുടെ അവകാശികളും അങ്ങയുടെ ഏകപുത്രനായ, ഏകജാതനായ, ഇപ്പോൾ ആദ്യജാതനായിരിക്കുന്ന ക്രിസ്തുവിന്റെ സഹോദരങ്ങളും, മാത്രമല്ല ഞങ്ങൾ അങ്ങയുടെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളുമായി അങ്ങ് തെരഞ്ഞെടുത്തതിനായി, ഈ മഹാ തെരഞ്ഞെടുപ്പിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഈ മക്കളെ ഏവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ ദൈവ ഇഷ്ടം അവരുടെ ഉള്ളിൽ ആഴ്ന്നിറങ്ങുവാൻ, വേരിറങ്ങുവാൻ, ആഴത്തിൽ വളരുവാൻ അങ്ങ് സഹായിക്കണമേ. അതുവഴി ഈ മക്കളും ഈ മക്കളിലൂടെ അനേകരും സ്വർഗരാജ്യം അവകാശമാക്കുവാൻ, സ്വർഗീയ പിതാവിനോട് ക്രിസ്തുവോടുള്ള കൂട്ടായ്മയിൽ എത്തിച്ചേരുവാൻ, അത് ലോകത്തിലേക്ക് വിടർത്തുവാൻ സഹായിക്കണമേ. ഇപ്പോൾ തന്നെ ഈ മക്കളുടെ എല്ലാ ആവശ്യങ്ങളിലും കൂട്ടായിരിക്കണമേ. സങ്കടത്തോടെ ജീവിതത്തിലെ പല ഭാരങ്ങളിൽ കടന്നു വന്നവരുണ്ട്. അവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങ് ആശ്വസിപ്പിക്കണേ അപ്പ, അങ്ങ് ആശ്വസിപ്പിക്കണേ കർത്താവേ. ഈ ലോകം സന്തോഷങ്ങളും എന്നാൽ അധികം ദുഃഖങ്ങളും ഒക്കെ നിറഞ്ഞൊരു ലോകമായി ഞങ്ങൾ കാണുന്നു. ആ ദുഃഖങ്ങളിലെല്ലാം അങ്ങ് മക്കൾക്കൊരു ആശ്വാസമായി തീരണമേ. അപ്പൊ അങ്ങ് തന്ന ആശ്വാസം കൊണ്ട് ഈ മക്കളെ ആശ്വസിപ്പിക്കും. അങ്ങയുടെ ജീവൻ ഈ മക്കളിലേക്ക് പകരട്ടെ. അങ്ങയുടെ സമാധാനം ഈ മക്കളെ കൽപ്പിക്കുകയാണ്. അങ്ങയുടെ പരിഹാരം ഈ മക്കളെ കൽപ്പിക്കുകയാണ്. രോഗികളായിരിക്കുന്നവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ അടിപ്പിണരുകളിലൂടെ ഞങ്ങൾക്ക് സൗഖ്യം ഈ മക്കളുടെ ജീവിതത്തിൽ കൽപ്പിക്കുക. ഇവർ നിത്യം അനുഗ്രഹീതരായി തീരട്ടെ കർത്താവേ, സൗഖ്യമുള്ളവരായി തീരട്ടെ.
ഇവരുടെ എല്ലാ വേദനകളും യേശുവിന്റെ അടിപ്പിണരാൽ ഇപ്പോൾ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുകയാണ്. നിങ്ങളുടെ സർവ്വ രോഗങ്ങളും ക്രിസ്തുയേശു ചുമന്നൊഴിച്ചതിനാൽ രോഗങ്ങളെ നിന്നോട് കൽപ്പിക്കുന്നു, വിട്ടുമാറ്. ഈ മക്കളുടെ ജീവിതത്തിൽ വിട്ടുമാറാൻ കൽപ്പിക്കുകയാണ്. സൗഖ്യമുള്ളവരായി തീരണം. മക്കളെ, എവിടെയെങ്കിലും പാപത്തിന്റെ കണികൾ ജീവിതത്തിലുണ്ട് എങ്കിൽ ഈശ്വരത്താൽ കഴുകപ്പെട്ട ഇനി അത് ആവർത്തിക്കത്തില്ല എന്ന് തീരുമാനത്തോടെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ഈ സൗഖ്യമാക്കുന്ന വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ സൗഖ്യമാക്കുവാനിടയാണ്. സർവ്വമഹത്വം ഞാൻ അങ്ങേക്ക് തരികയാണ്. ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച മകനായി സ്തോത്രം ചെയ്യുന്നു. ഇടതാമത്തിൽ ഒരു അനുഗ്രഹമായി വെളിപ്പെടുക സഹായം. സർവ്വമക്കളെയും ഇപ്പോഴും തുറന്ന് ശ്രമിക്കുന്ന എല്ലാവരും, അങ്ങനെ ഉപദേശിക്കപ്പെട്ടവരും അങ്ങയുടെ വഴിയിൽ നടക്കുന്നവരും ക്രിസ്തുവാന്റെ തലയോളം വളരുന്നവരും സ്വർഗീയ പിതാവിൽ എത്തിച്ചേരുന്നവരുമായ ഇടയാകട്ടെ. സർവ്വമഹത്വം അപ്പാ നിങ്ങൾ അങ്ങേക്ക് തരുന്നു. താങ്ക് യു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം അവരെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ട്യൂൺ ചെയ്ത എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. ഒരു കാര്യം പ്രത്യേകം ഓർപ്പിക്കട്ടെ, ദൈവം അനുവദിക്കുന്നെങ്കിൽ മറ്റന്നാൾ മുതൽ, തിങ്കളാഴ്ച മുതൽ 7-ാം തീയതി മുതലാണ് ജൂലൈ 2025 ധ്യാനം ആരംഭിക്കുന്നത്. നിങ്ങൾ ഏവരെയും ആ ധ്യാനത്തിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രത്യേകിച്ച് ദേവദാസന്മാരെ കടന്നു വന്നാട്ടെ. ദൈവവചനം പഠിക്കുവാൻ നിങ്ങൾക്കത് വലിയ ഒരു അവസരം ദൈവം തരികയാണ്. ഇത് അന്ത്യകാലമാണ്. രാജ്യത്തിന്റെ സുവിശേഷം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുക. ക്രിസ്തുയേശുവിനെ പോലെ ദൈവത്തെ വെളിപ്പെടുത്തി ജീവിക്കുന്നവരായി, ക്രിസ്തുവിനെ വെളിപ്പെടുത്തി ജീവിക്കുന്നവരായി, ക്രിസ്തുവിൻ തലയായി ദൈവത്തെ വെളിപ്പെടുത്തി ജീവിക്കുന്നവരായി നമുക്ക് മാറാം. അങ്ങനെ ദൈവപുത്രന്മാരെ, സർവ്വസൃഷ്ടികളും കാത്തിരിക്കുന്ന ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ നമ്മളിലൂടെ നടക്കുവാൻ തക്കവണ്ണം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പക്ഷെ തന്നെ മാറി നിൽക്കുന്ന ക്രിസ്തു ആ ദൈവത്തെ വെളിപ്പെടുത്തി. ഇതേപോലെ ക്രിസ്തുവിലുള്ള നമ്മളും ആ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ, ഇമ്മാനുവലായി തീരുവാൻ, ദൈവം ക്രിസ്താനുരൂപന്മാരായി തീരുവാൻ നമ്മളെ വിളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഏവരും ധ്യാനത്തിന് കടന്നു വരിക. നിങ്ങളെ കാത്തിരിക്കും. ദൈവം നിങ്ങളെ ഏവരെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. പ്രൈസ് ദി ലോർഡ്.